അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ. അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെന്ത് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ,
അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ, സമാധാനം ഇല്ലാതെ, ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശേഷത്തൊക്കെ ഓർത്ത് നമുക്ക് വളരെ താമസിച്ചാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമൊക്കെ കിട്ടിയെന്ന്. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഭയങ്കര ദൈവം അലോട്ട് ചെയ്യേണ്ടത് ഭയങ്കര പിശുക്കായിട്ടാണ്, ഭയങ്കര സപ്ലൈ ഷോർട്ടാണ്. അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങളവർക്ക് അച്ഛൻ്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കുമെന്ന്, അതല്ല എൻ്റെ അർത്ഥം. നമ്മൾ ദൈവത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വ്യവഹാരിക സാധാരണ ജീവിതമില്ലേ, അതിൻ്റെയും കുന്നായ്മകളും അതിൻ്റെ ഒരു തടസ്സങ്ങളും തട്ടുകേടുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ മനസ്സിലാക്കി വളരെ ഒരു ഗ്രീൻ ചാനലിലൂടെ ജീവിതം കൊണ്ടുപോകണമെങ്കിലും പരിശുദ്ധാത്മ മസ്റ്റാണ്. നിങ്ങളൊക്കെ പല കാര്യങ്ങളത് കൊണ്ടുപോകുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ അത് പരിശുദ്ധാത്മാവാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ബൂസ്റ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യണില്ല. ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിന് വേണ്ടി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കൊക്കെ എല്ലാം നിർത്തി, എഴുത്താണെങ്കിൽ എഴുത്ത്, വേറെ എന്തെങ്കിലും ചെയ്തിരിക്കണമൊക്കെ നിർത്തിയിട്ട് വെറുതെ ഇരുന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പിതാവിനോട് പറയും, പിതാവേ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിറയ്ക്കണമേ. അപ്പോൾ എനിക്ക് കർത്താവ് തന്ന ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിയിൽ പറഞ്ഞു, നീ വചനം വായിച്ചാൽ മതി എന്ന് പറയും. നിനക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത്, ഇപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ നിറയാനുള്ളത് പ്രാർത്ഥനയെക്കാളും നമ്മൾക്ക് ഏറ്റവും ഈസി എന്താണെന്നറിയാമോ? ഈ നിങ്ങൾ ഉടമ്പടിയിൽ എല്ലാ ദിവസവും അരമണിക്കൂർ വചനം വായിക്കലേ, അത് ഉടമ്പടിയുടെ ഒരു ആചാരം പോലെ വായിച്ചു വിടരുത്. അത് പരിശുദ്ധാത്മ നിറയാൻ വേണ്ടിയാണ് വായിക്കേണ്ടത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറഞ്ഞില്ലേ വായിച്ചത്, 2 തിമോത്തിയോസ് 1:6. 2 തിമോത്തി 1:6 ഒരു വചനമുണ്ടേ, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടത്തിവിട്ട് നമ്മുടെ മനസ്സിനെ റീഫോർമാറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് ചെയ്ത കാര്യം എന്താണ്? പൗലോസ് 10 ദിവസം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദൈവവചനം വ്യക്തിപരമായ വ്യാഖ്യാനത്തിനുള്ളതല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായ വചനം എടുത്തേ. 2 പത്രോസ് 1:20-21. 2 പത്രോസ് 1:20-21 വായിച്ചേ. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. ഇപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചതാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രോഡക്റ്റാണ് ഈ വചനം എന്ന് പറയണത്. ഇനി നമ്മൾ ഈ 2 പത്രോസ് 1:20 നമ്മളിനി 2 തിമോത്തി 1:6 ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, എൻ്റെ കയ്യൊപ്പിലൂടെ നിങ്ങൾക്ക് ഊതിക്കത്തി ദൈവിക വരം കയ്യൊപ്പിൽ ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിവേ. എങ്ങനെ നമ്മൾ ഊതിക്കത്തിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധാത്മാവ് തന്നെ എഴുതിയ വചനം നമ്മൾ ആത്മാവിൽ വായിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് ഊതിക്കത്തിക്കപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ഏഞ്ചൽ താര എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു പോകുന്നു. എന്താ കാര്യം?
കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞൊരു വചനമുണ്ട്. രോഗശാന്തി വരം പോലൊരു വരവാണത്, കണ്ണീരിൻ്റെ വരം. കർത്താവ് ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോൾ ബൈബിളിലെ ഏറ്റവും ചെറിയ വചനമുണ്ടല്ലോ, ദെൻ ജീസസ് വെപ്റ്റ്, അപ്പോൾ കർത്താവ് അവൻ കരഞ്ഞു എന്ന് പറയും. ചില അത് എന്താ കരഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ആ ദൈവസ്നേഹം, അതായത് തൻ്റെ യാത്രയുടെ അവസാന മണിക്കൂറാണ്. എന്നിട്ട് ജെറുസലേം തന്നെ അറിയണില്ല, ഇനി തനിക്ക് ഈ രൂപത്തിൽ വരാൻ പറ്റത്തില്ല. ജെറുസലേം, ജെറുസലേം, എത്ര കാലം നിന്നെ പിടക്കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിലാക്കുന്ന പോലെ ഞാൻ എൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ചു. ഇപ്പോഴും നീ തിരിച്ചറിഞ്ഞില്ലല്ലോ സന്ദർശനത്തിൻ്റെ സമയം. കണ്ണ് നിറഞ്ഞു പോയി. അതാണ് കണ്ണീരിൻ്റെ വരവെന്ന് പറയുന്നത്. ലാസറിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ കണ്ണ് തുളുമ്പുന്നുണ്ട്. ഇതുപോലെ ഏഞ്ചൽ താര പറഞ്ഞു, കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ എന്നെ കണ്ണ് തുളുമ്പിപ്പോയെന്ന്. ദൈവസ്നേഹം നിറയുമ്പോഴാണ് കണ്ണ് തുളുമ്പുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അല്പം കുറവാണെന്ന അതിൻ്റെ പവർഫുൾ അല്ലെന്ന് തോന്നിയാൽ ഏറ്റവും എളുപ്പമാർഗമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടുകയല്ല, കർത്താവ് പരിശുദ്ധാത്മാവ് എഴുതിയ വചനം എടുത്ത് പത്തുപൂരം കുറേ നേരം വായിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവിന് എൻ്റെ പ്രത്യേക മാധ്യസ്ഥന് നന്ദി പറയുന്നു. ഞാൻ ഒറ്റപ്പാലം നിന്നാണ് വരുന്നത്, പാലക്കാട് ജില്ല. എൻ്റെ പേര് സന്തോഷ്, കണ്ണെന്ന് വിളിക്കും. ഇവിടെ ഞാൻ എൻ്റെ മൂന്നാമത്തെ സാക്ഷിയാണത്, ഈ ആൾത്താരെ ഞാൻ പറയുന്നത്. ദൈവം അനുവദിച്ച് എന്നെ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഈ ആൾത്താരിൽ കയറ്റി നിർത്തിയതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി, ആരാധന, സ്തുതി, പുകഴ്ച. അതുപോലെ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥന് നന്ദി അർപ്പിക്കുന്നു. ഞാൻ 2024 വരെ, ഞാൻ 2020 ഈ പുണ്യഭൂമിയിൽ ആദ്യം എത്തുന്നത്. 2024 വരെയുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 2024 ശേഷമുള്ള സാക്ഷ്യങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. ഞാൻ ഇവിടെ 2020 വന്നതിന് ശേഷം ലൗകിക കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപേക്ഷിച്ചു എന്ന് പറയാം. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, വിദേശത്ത് പോകണമെന്നും പിന്നെ ലൗകികമായിട്ടുള്ള കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടമ്പടിയിൽ എത്തിയപ്പോൾ നമുക്കതെല്ലാം മനസ്സിലായി. ആദ്യം ദൈവരാജ്യവും അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ചേർത്ത് നൽകുന്ന ഒരു വചനം, അത് കാരണം കൊണ്ട് ബാക്കിയുള്ള എല്ലാം ഉപേക്ഷിച്ചിരുന്നു. 2024 ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധികൾ വരും, കുറച്ച് പേർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ വീണ്ടും പുറത്തേക്ക് പോകാനുള്ള ഒരാവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ, സുഹൃത്തുക്കളെയും അറിയാവുന്നവരെയൊക്കെ സമീപിച്ചു. എല്ലാവരും കൈമലത്തി, അവർക്കെല്ലാം സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അത് സത്യം പറഞ്ഞാൽ ദൈവം 2020 ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തിയതിന് ശേഷം വേറെ ആളുടെ മുന്നിലും മുട്ടുകുത്താനുള്ള ഒരു അവസരം ഈശോ വരുത്തിയിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. 2024 ഇതുപോലെ ഒരു ലുലുവിൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഞാൻ കോഴ്സൊന്നും പഠിച്ച ഒരാളല്ല, അതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ബേക്കറി ഫീൽഡാണ്. അപ്പോൾ അത് ആലപ്പുഴ വെച്ചാണ് എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഈ ലുലുവിൻ്റെ ഇൻ്റർവ്യൂ ഒരിക്കലും ആലപ്പുഴ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് ആലപ്പുഴ വെച്ച് നടന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം, ഈശോയുടെ അടുത്ത് വന്നിട്ട് ശേഷം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. കിട്ടുമെന്നൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ കൃപയാലെ ഇൻ്റർവ്യൂ പാസ്സായി. അതുപോലെ തന്നെ ട്രയൽ വന്ന സമയത്തും ഞാൻ ചെയ്ത ജോലിയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഉടമ്പടി, ഉപ്പും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് ട്രയൽ ചെയ്തത്. ട്രയലൊക്കെ എന്താ ചെയ്തത് എനിക്ക് തന്നെ അറിയാവുന്നതെല്ലാം കൊള്ളായിരുന്നു. പക്ഷേ പ്രസൻ്റ്ലി അതെല്ലാം വന്നപ്പോൾ വളരെ ഭംഗിയാവും ചെയ്തു. ഞാൻ ട്രയൽ പാസ്സായി. അതുപോലെ തന്നെ നിനക്ക് മുമ്പ് ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞ പോലെ ആ ട്രയലിന് പോയപ്പോൾ അവിടെ ആ സെക്ഷനിലുള്ള മാനേജർ അതിന് മുൻപേ എൻ്റെ CV അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അയാളുടെ പരിചയവും ദൈവം നമുക്ക് വേണ്ടി ഒരാളെ ഒരുക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നുകൊണ്ട് ഞാൻ ട്രയൽ പാസ്സായി. പിന്നെ എന്താ നടന്നതെന്ന് എനിക്കൊന്നും ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എല്ലാ കാര്യങ്ങളും സ്പീഡായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ മെഡിക്കൽ എടുക്കുകയാണെന്ന് വെച്ചാലും എൻ്റെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ വന്ന് ലാസ്റ്റ് ടിക്കറ്റായി വന്നപ്പോഴും ഞാൻ അച്ഛനെ കാണും, അതിൻ്റെ മുന്നേയൊക്കെ അച്ഛനെ കാണുകയൊക്കെ ചെയ്തു. വേറൊരു അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ദൈവഹിതമാണോ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാൻ പോകുന്നത്? അല്ലാന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു അക്രിസ്ത്യാനിയാണ് എങ്കിലും ഞാൻ എല്ലാ കുർബാനയിലും പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി വേണം, എനിക്ക് പള്ളിയിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതൊരു വലിയൊരു വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും പറഞ്ഞു.
ഞാൻ അവിടെ ഒമാനിലെത്തി, ലുലുവിലായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ നോട്ട് ബൈ ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് അച്ഛൻ പറയുന്ന സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആളാണ്. അതായത് ഞാനൊരു 10 വർഷം ജോലി ചെയ്ത ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ കഴിവിൽ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എൻ്റെ കഴിവൊന്നും പറ്റാതെ 0 മെറിറ്റിലേക്ക് പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. അത് സത്യം പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹങ്ങളും ദൈവം സീൽ വയ്ക്കും, നമ്മുടെ മെറിറ്റ് എല്ലാം അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ചെന്നപ്പോൾ ഞാൻ ഒന്നിനും ചെയ്യാൻ പറ്റാതെ അവരെന്നെ കളിയാക്കും, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും, മാറ്റി നിർത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ ദൈവം അനുവദിച്ചുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടി വന്നപ്പോൾ മാനസികമായിട്ട് ഞാൻ തളർന്നു. ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വലിയൊരു എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ എൻ്റെ കൈയും മുറിഞ്ഞു. വിരലിൻ്റെ ഒരു കഷ്ണമൊക്കെ പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈശോനോട് കുറച്ച് പരാതി പറഞ്ഞു. ഈശോയെ, എന്തിനാണ് എനിക്ക് നാട്ടിൽ വെച്ച് എന്ത് പരീക്ഷണം തന്നാലും ഞാനത് ഏറ്റെടുക്കായിരുന്നു, ഏത് കുരിശ് ഏറ്റെടുക്കാം. അത് ഒന്നാമത് ഞാൻ തിരിച്ചു പോകാമെന്ന് വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയപ്പോൾ വലിയ പ്രശ്നം പറഞ്ഞു. അപ്പോൾ കുറേ സിസ്റ്റേഴ്സ് പറഞ്ഞു, എന്തിനാണ് ഈശോനോട് പരാതി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ എൻ്റെ കൈയിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയി ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തും, സോഫിയ പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റർ, അവൻ്റെ കുടുംബം. അപ്പോൾ ആ സിസ്റ്റർ മുഖേന എനിക്ക് അവിടെ ഹോളി സ്പിരിറ്റ് പറഞ്ഞിട്ടുള്ളൊരു ദേവാലയത്തിലേക്കുള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ ചില സഹനങ്ങൾ നമുക്ക് മുന്നിലോട്ടുള്ള ദൈവത്തിൻ്റെ ഒരു മാർഗ്ഗമായിരിക്കും എന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. ഞാൻ കൈ മുറിഞ്ഞതിന് ദേവാലയത്തിൽ പോയതിന് ശേഷം കുർബാന പങ്കെടുത്തിന് 3 മാസത്തിനകത്ത് ഞാൻ അവിടെ ദേവാലയത്തിലെത്തും കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. അന്ന് പരാതി പറഞ്ഞതിന് ഞാൻ ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ കൈ മുറിഞ്ഞത് സത്യം പറഞ്ഞ ദേവാലയത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു, കുർബാനയ്ക്കായിരുന്നു. എങ്കിലും എനിക്ക് എല്ലാ വെള്ളിയാഴ്ചകളൊന്നും ലീവില്ലാത്ത കാരണം കുർബാനകളിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അത് വലിയൊരു വിഷമായിരുന്നു. അതുപോലെ തന്നെ ഈ പള്ളിയിൽ പോയി 3 മാസത്തിന് ശേഷം എൻ്റെ ജോലി മേഖലയിലും എനിക്ക് വലിയൊരു ഉയർച്ച ഉണ്ടായി. അതായത് എൻ്റെ കൂടെ നിന്നവരും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്നെ എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന രീതിയിലേക്ക് ദൈവം ഉയർത്തി. അവൻ്റെ മുന്നിൽ നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്ന പോലെ ദുഷ്ടന്റെ മുമ്പിൽ നമ്മളെ ഉയർത്തി കാണിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഞാനതിൽ മനസ്സിലാക്കി. അങ്ങനെ ദൈവം, ഞാൻ 2 മാസം കൊണ്ട് തിരിച്ചു വരാൻ നിന്ന ആളിനെ 2 വർഷം പൂർത്തീകരിച്ചു. ഞാൻ അവിടുന്ന് തിരിച്ചെത്തി. ഞാൻ ഇവിടുന്ന് 2024 മാർച്ച് ഏപ്രിൽ 23-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്നത്, NRI ആക്കിയിട്ട് പോയത്. അതേ ദിവസം 2026, 23, 2026 ഏപ്രിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അമ്മോട് പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ അമ്മേനെ കാണില്ല, എൻ്റെ വീട്ടുകാരൊന്നും കാണില്ല. ഞാൻ ആദ്യം അമ്മേനെ ഈശോനെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് പോകുമെന്ന് തീരുമാനിച്ചിരുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് നേരെ ഇവിടെ വന്നു. അതേ ഡേറ്റിൽ തന്നെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കി. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നോട്ട് ബൈ ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് എനിക്ക് പറയാം. ദൈവത്തിൻ്റെ കൃപയാണ്, നമ്മുടെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും ഇതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എന്ന് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കിട്ടിയതാണ്. എൻ്റെ സുഹൃത്തുക്കൾ, അവർക്ക് ആരോഗ്യമാരായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ, അതുപോലെ തന്നെ ജോലി കാര്യങ്ങൾ, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരീക്ഷകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സാക്ഷികളില്ലാത്ത കാരണം കൊണ്ടാണ് ഇവിടെ പറയാൻ പറ്റാതിരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നേർച്ച വസ്തുക്കളിലൂടെ അവിടെ ചെല്ലുന്ന സമയത്തൊക്കെ മെഡിസിനൊന്നും നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടില്ല. എന്തെങ്കിലും വേദനകളോ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മൾ നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥകളൊന്നും വരാതെ തന്നെ നമ്മൾ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പല രോഗങ്ങളും സൗഖ്യം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഇൻഷുറൻസിൻ്റെ സാക്ഷി ഞാൻ പറഞ്ഞതായിരുന്നു. അതായത് അന്ന് അതെനിക്ക് പൈസ എൻ്റെ അമൗണ്ട് കിട്ടിയിട്ടുണ്ടായില്ല. അച്ഛന് അസുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് ESIയിൽ എനിക്കൊരു പൈസ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അന്നത് കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാലെ എനിക്ക് ഹാജർ കുറവും അങ്ങനെ കാരണം കൊണ്ട് അവർ കിട്ടില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ അന്നത് ദൈവത്തിൻ്റെ കൃപയാലെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയും അവിടെ ഒപ്പിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ESI ഓഫീസിൽ. അങ്ങനെ അത് അന്ന് ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് പാസ്സായതാണ്. പക്ഷേ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് എനിക്ക് 2025 തന്നെ അത് ആ എമൗണ്ട് എനിക്ക് പാസ്സായി കിട്ടി. ആ സാക്ഷ്യം കൂടി ഞാൻ ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുന്നു. അതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നാട്ടിലാവണ സമയത്ത് എനിക്ക് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നിരുന്നത്. ആ സമയത്ത് നമുക്ക് ഹോസ്പിറ്റൽ ഒക്കെ ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നു, അതെല്ലാം നടന്നായിരുന്നു. പക്ഷേ ഈ 2 വർഷം പോയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു നഷ്ടമായിട്ടാണ് കണക്കൂട്ടുന്നത്. ഞാൻ പുറത്തു പോയപ്പോൾ എനിക്ക് പത്രം കൊടുക്കാനും ആയാലും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ഉടമ്പടിയുടെ വീഴ്ചയായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് നമ്മുടെ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-37 തിരുവചനങ്ങളാണ് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടി വരാറുള്ളത്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം?
മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ വന്നു. എനിക്കിപ്പോൾ കുർബാനകളെല്ലാം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന സമയത്തും ജോലി വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ മുന്നിലൊരു ജോലി കാണാണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ധൈര്യത്തിൽ, ഈശോയുടെയും അമ്മയുടെയും ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് പോകുന്നത്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാ വഴികളും ഒരുക്കും. ഇപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ കൃപയാൽ തന്നെ ഒരു ജോലി കൂടി ലഭിച്ചു. അതും ഞാൻ മുൻപ് ജോലി ചെയ്യുന്ന ഒരു സ്കൂളിലായിരുന്നു. അതിൻ്റെ ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന്, പാലക്കാടാണ് എൻ്റെ ജില്ല, അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. എങ്കിലും ഞാനൊന്ന് വെറുതെ ഇൻ്റർവ്യൂവിന് പോയതാണ്. ആ സമയത്ത് ആ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാനും പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ നാട്ടിൽ ജോലി ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചു. അങ്ങനത്തെ ജോലി വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് ആദ്യമായിട്ട് പോവുകയാണ് ഈ സ്ഥലത്തേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ മുന്നിൽ, തൊട്ട് മുന്നിൽ മാതാവിൻ്റെ ഒരു കുരിശടി കണ്ടത്. അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷമായി. എനിക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓടിച്ചെല്ലാനൊരു സ്ഥലമുണ്ട്. വേറെ ആരോട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ നമുക്ക് വിഷമങ്ങളും. അപ്പോൾ അത് വലിയൊരു ആശ്വാസമായി. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടു, സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് 350 മീറ്റർ. അപ്പോൾ അതിലേറെ വലിയ സന്തോഷമായി കുർബാനയ്ക്ക് പോവുക. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയില്ല, നേരെ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ കുർബാന എപ്പോഴാണെന്ന് നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ഒരു 6-6:30 മണിക്ക് കുർബാനയാണ്. അപ്പോൾ വലിയ സന്തോഷമായി. ഞാനവിടെ ചെന്നു. എൻ്റെ ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ അവിടെ കുർബാനയിൽ പങ്കെടുത്തു. അതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നഷ്ടപ്പെട്ട കുർബാനകൾക്ക് പകരം അവിടെ തന്നെ ഈ മദ്യവിരോധിത ആയിട്ടുള്ള ആൾക്കാരനെ പാർപ്പിക്കുന്ന ഒരു ധ്യാനകേന്ദ്രം പോലെ സ്ഥലമുണ്ട്. അവിടെ തന്നെ പൂക്കട്ടുപടി, ആലുവയാണ്. അപ്പോൾ അവിടെ തന്നെ വൈകുന്നേരത്ത് 5 മണിക്കും കുർബാനയുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ 2 കുർബാനയ്ക്ക് കൂടാൻ പറ്റും. അപ്പോൾ നഷ്ടപ്പെട്ട കുർബാനകളെല്ലാം തിരിച്ചെടുക്കാനുള്ള സംവിധാനം കൂടിയും ദൈവം ഒരുക്കി തന്നു. അത് വലിയൊരു ജീവിതത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ആയിട്ട് തന്നെ കണക്കൂട്ടുന്നു. പ്രേക്ഷിത പ്രവർത്തനം, പ്രവർത്തനങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലാകുമ്പോൾ രോഗികൾക്ക് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്തിരുന്നത്. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ചെറിയൻകീഴ്. അവിടെ ഒരുപാട് രോഗികളെ കാണും, ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ, ഒരുപാട് പേരുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകാനും ദൈവം നമ്മൾ ഒരുപാട് പഠിപ്പിച്ച് ഒരുപാട് ജീവിതങ്ങളിലൂടെ കടത്തി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഏറ്റവും കൂടുതലും യൂത്തിനാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുള്ളത്. ഞാൻ ഒരു കോളേജ്, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൊടുക്കാറുള്ളത്. അത് കാര്യം തന്നെ, ഈശോ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു, എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്തില്ലേ, അത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ തലമുറകളാണ് ഈശോനെ അറിയേണ്ടത്. ഈശോൻ്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ പുതിയ തലമുറ, ഇന്നത്തെ തലമുറ അറിയാം, തിന്മ കാണാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ ഉന്നതങ്ങളിൽ വസിക്കും എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. സത്യം പറഞ്ഞാൽ തിന്മ കാണാതെ നമ്മൾ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് ഈശോനെ പങ്കുവെച്ച്, ഈശോനെ ഈ പുതിയ തലമുറയ്ക്ക് പങ്കുവെക്കുമ്പോൾ അവർക്ക് ഈശോനെ അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശോ പറഞ്ഞ ആ സ്വർഗ്ഗരാജ്യം ഇവിടെ തന്നെ ഭൂമിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ, ഉടമ്പടിയിലും പലപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ, പരിശുദ്ധ മാതാവിൻ്റെ കൈ പിടിച്ച് ഈശോ നടന്ന വഴികളിലൂടെ നടന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഉടമ്പടി ജീവിതം. അതാണ് ഉടമ്പടി ജീവിതം നമ്മളെ മാറ്റിമറിക്കും. നമ്മളിപ്പോൾ അക്രിസ്ത്യാനികളിൽ നിന്നില്ല നമ്മുടെ ഈ കൃപാസനത്തിൽ. സത്യം പറഞ്ഞപ്പോൾ പലപ്പോഴും മതം മാറ്റില്ലോ അങ്ങനെ ഒരു സംഭവങ്ങളില്ല. ഞാൻ ഇപ്പോൾ 2020 തൊട്ട് ഇവിടെ വരുന്ന ഒരാളാണ്. എന്നോട് ഒരാളും മതം പറഞ്ഞിട്ടില്ല. ഈശോനെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഈശോനെ അടിയുറച്ച് വിശ്വസിക്കുക, വിശ്വസ്തയോടുകൂടി ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഈശോ ആരെയും കൈവിടില്ല. നമ്മളെ 10 കുഷ്ഠരോഗികളൊക്കെ തന്നെ നമ്മൾ ഉപമകൾ എടുക്കുമ്പോൾ നമുക്കറിയാം, 10 കുഷ്ഠരോഗികൾ വന്ന് ഈശോട് ഒക്കെയാണ് അപേക്ഷിക്കുമ്പോൾ ഈശോ അവരെല്ലാവരും സൗഖ്യപ്പെടുന്നുണ്ട്. ഈശോ അവർ പോകുന്ന വഴിയിൽ അവർ സൗഖ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊരു ആൾ മാത്രം വന്ന് ഈശോയോട് സൗഖ്യപ്പെട്ടിട്ട് നന്ദി പറയുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഇവിടെ പറയാറുണ്ട്. നമ്മളിപ്പോൾ സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ നമ്മൾ ആ 9 കുഷ്ഠരോഗികളിലെ ഉൾപ്പെടും. അതായത് ആ ഒരു കുഷ്ഠരോഗി മാത്രമേ ഈശോയോട് വന്ന് നന്ദി പറഞ്ഞതും സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ആൾക്കാരെയും നമുക്ക് ഈശോയുടെ ഒരു കൃപ, അമ്മയുടെ മായസം വഴി ഈശോയുടെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെച്ചില്ലെങ്കിൽ അതൊരു കടമായിട്ട് മാറും. അതുപോലെ 10 കുഷ്ഠരോഗികളിൽ 9 കുഷ്ഠരോഗികളിൽ പെട്ട ഒരാളായി നമ്മൾ മാറും. അതുകൊണ്ട് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ പങ്കുവയ്ക്കാറുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ഈ ആൾക്കാരിൽ എന്നെ ഇവിടെ കയറ്റി നിർത്തിയതും ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിൻ്റെയും വലിയൊരു ആധാരം. അതുപോലെ എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ, അതാണ് സത്യം പറഞ്ഞ കൃപാസനത്തിലൂടെ നടക്കുന്നതും.
അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും കരുത്തുള്ളവാകാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുകയും തിന്മയതരത്തിൽ ചെറുത്ത് നിൽക്കാനും എല്ലാ കർത്തവങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുകയും എന്ന് പറയുന്ന ഒരു വചനമുണ്ട് ഈശോയുടെ. ആ വചനമാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇതിലൂടെ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ എഫെസ്യസ് ലേഖനം 4:22-23 തിരുവചനം കൂടിയും അതിനോടനുബന്ധിച്ച് നടക്കും. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ രൂപം കണ്ട വഞ്ചന അറിഞ്ഞ അസത്തിലെ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാധ്യതയിൽപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇതാണ് നടക്കുന്നത് നമ്മുടെ ഉടമ്പടിയിലൂടെ. ദൈവം അനുവദിച്ച് എന്നെ വീണ്ടും ഈ ആൾത്താരിൽ നിർത്തിയതിന് നന്ദി പറയുന്നു. വീണ്ടും ഈ ആൾത്താരിൽ നിന്ന് സാക്ഷ്യം പറയാനും ദൈവനാമം മഹത്വപ്പെടുത്താനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സന്തോഷ് കെ ഒറ്റപ്പാലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. ജീവിതത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അത് തനിക്ക് ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തിയതിനെ തുടർന്ന് മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് മറ്റാരുടെയും മുമ്പിൽ തനിക്ക് മുട്ടുകുത്തേണ്ട അവസ്ഥ വന്നിട്ടില്ല എന്ന് വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സാകുവാനും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുള്ള ജോലി തനിക്ക് ലഭിക്കാനൊക്കെ ഇടയായത് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെയാണ്. തനിക്ക് മുമ്പേ തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമെന്ന് പറഞ്ഞതുപോലെ സന്തോഷിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇതേപോലെ തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയെന്ന് തന്നെയാണ്. അവിടെ ഓമാനിച്ച് നിന്നിട്ടാണെങ്കിലും അവിടെ കുർബാന കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു പരിഭവം ഉണ്ടായിരുന്നെങ്കിലും എന്നാൽ ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ഈശോയോട് ഒരു അപകടം ഉണ്ടായതെന്ന് പരിഭവം പറഞ്ഞെങ്കിലും ആ പരിഭവം ഒരു സന്തോഷമാക്കി മാറ്റിയത് തനിക്ക് ഒരു ദേവാലയത്തേക്കുള്ള ഒരു വഴി തന്നെയായിരുന്നു. പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ടും വചനങ്ങളോടുള്ള ഒരു വലിയ താല്പര്യവും ഈ സന്തോഷേട്ടൻ്റെ വാക്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് താൻ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ നിയോഗങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും അത് അനുഗ്രഹങ്ങളായിട്ട് ആ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സാധിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു എന്നത് ഈശോയുടെ വാക്ക് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കുക ചെയ്യുന്നുണ്ട്. ഇനി മുമ്പോട്ടുള്ള ഈശോയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇനിയും വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട്. എൻ്റെ പേര് അഞ്ജന, എൻ്റെ വീട് കൊല്ലത്താണ്. ഇതെൻ്റെ ചേച്ചിയുടെ പേര് അഞ്ജലി. ഞാനൊരു അഡ്വക്കേറ്റാണ്. ഞാനിവിടെ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ഉടമ്പടിയാണ് ഞാൻ കൃപാസനത്തിൽ നിന്ന് എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുക്കുന്നത് 22/2/2025 എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു പള്ളിയുള്ള കാര്യം തന്നെ ആദ്യമായിട്ട് അറിയുന്നത്. അന്ന് ഞാനും ചേച്ചിയും അമ്മയും കൂടെ ആദ്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുമായിരുന്നു. വന്ന സമയത്ത് ഇവിടെ ഇതേ കണക്ക് ഒരുപാട് ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് ഉടമ്പടീനെ പറ്റി എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ഈശോടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പിന്നീടാണ് നമ്മളിങ്ങനെ ഇതേ കണക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളിതേ കണക്ക് യൂട്യൂബ് ചാനലിൽ ലൈവൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഉടമ്പടീനെ കുറിച്ച് അറിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങൾ 22/2/2025 ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടി ആയിരുന്നു ആദ്യം വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. നമ്മൾ അതേ കണക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിലും നമുക്കത് ആദ്യമേ സാധിക്കത്തില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഈ പള്ളിയിൽ ഓരോ സമയത്ത് വരും തോറും നമുക്ക് അമ്മയായിട്ട് അത്ര അടുക്കാനായിട്ടുള്ളൊരു കൃപ കിട്ടിയ സമയത്ത് നമ്മളറിയാതെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ 4ാമത്തെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ വെച്ചൊരു നിയോഗം എന്ന് പറയുന്നത് എനിക്കൊരു എയ്ബ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അത് LLB എടുത്തു കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ എയ്ബ് എടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇന്ത്യയിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആദ്യമേ ഒരു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ലഭിച്ചില്ല. പിന്നെ ഞാൻ ഇവിടെ ഇത് എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കാണാൻ വന്നപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം അച്ഛനെ കാണാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഇവിടെ പ്രേക്ഷിതയായിട്ടുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോള് പഠിച്ചിട്ട്
നല്ല കണക്ക് എക്സാം എഴുതാനായിട്ട് ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം, അപ്പം മോൾക്ക് അച്ഛനെ കാണാൻ പറ്റും, അച്ഛൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോകാൻ നേരത്ത് എൻ്റെ കാശ് രൂപവും ഉപ്പും കൊണ്ടായിരുന്നു ഞാൻ പോയത്. അപ്പം ഞാൻ അവിടെ പോയി, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എല്ലാം എഴുതാൻ പറ്റുമെന്ന്. പക്ഷേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേക്കും ആദ്യം എഴുതിയതിനെക്കാട്ടി ഭയങ്കര പാടായിരുന്നു ഈ എക്സാം. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം OMR ഷീറ്റ്, അപ്പം നമ്മളിങ്ങനെ ബബിൾ ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യത്തെ 2-3 ആൻസർ മാത്രം എനിക്ക് അറിയാവുന്നത് ഞാൻ ബബിൾ ചെയ്ത്, ബാക്കിയെല്ലാം ഞാൻ ചുമ്മാതെ ക്വസ്റ്റ്യൻ പോലും വായിക്കാതെ കറപ്പിച്ച് വിടുമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത്, അപ്പോൾ എനിക്ക് ഇറങ്ങിയപ്പോഴേ വിഷമമായിരുന്നു. അങ്ങനെ കൂടെ എഴുതിയവർക്ക് എല്ലാവർക്കും അത്യാവശ്യം ടഫായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയെടുത്ത് വെച്ചപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ, അമ്മ എനിക്ക് ഇപ്രാവശ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് പാടായിരുന്നു, ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ബബിൾ ചെയ്ത് വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ, മോളെ വിഷമിക്കേണ്ട, ഇപ്രാവശ്യം എന്തായാലും മാതാവ് നമുക്കിത് തരും എന്ന് ചേച്ചിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടിയിൽ രാവിലെയും സായന പ്രാർത്ഥനയിൽ എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ എനിക്കിത് കിട്ടണേ, കാരണം കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പറയുകയാണെങ്കിൽ നമുക്ക് 2ാമത്തെ വർഷം കഴിയുമ്പോൾ വീണ്ടും എൻറോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 2024 എനിക്ക് എൻറോൾമെൻറ്റ് കിട്ടിയെങ്കിൽ പിന്നെ എനിക്കിത് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ 2027, അപ്പോൾ എൻ്റെ ഇയർ ഓഫ് പ്രാക്ടീസ് പോകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം മജിസ്ട്രേറ്റ് എക്സാം എഴുതിയെടുക്കണമെന്ന്. മജിസ്ട്രേറ്റ് എക്സാം എഴുതിയെടുക്കണമെങ്കിൽ ഇപ്പം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അവർ ഈ എയ്ബ് എക്സാമും കൂടി കിട്ടിയോ എന്ന് നമ്മളടുത്ത് എഴുതാൻ നേരത്ത് ചോദിക്കും. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനം പള്ളീനെക്കുറിച്ച് അറിഞ്ഞു വരുന്ന സമയം തൊട്ടേ ഞാൻ കർത്താവിൻ്റെ അടുത്തും എൻ്റെ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിക്കുന്നത് എനിക്ക് മജിസ്ട്രേറ്റ് എക്സാം പാസ്സായി കിട്ടണമെന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കത് എഴുതാനുള്ള അവസരം തരണേ, എനിക്ക് ഈ പരീക്ഷ പാസ്സാവാൻ സാധിക്കണേന്ന്. അങ്ങനെ എനിക്ക് ഇതിനകത്തൊരു ആൻസർ കീ ഉണ്ട്. ആ ആൻസർ കീ വരുമ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതിയ ഉത്തരം ശരിയാണോ അല്ലയോ എന്ന്. അങ്ങനെ എനിക്ക് ആദ്യം ആ ആൻസർ കീ വന്ന് ഞാൻ ആ ആൻസർ കീയിൽ നോക്കിയ സമയത്ത് എനിക്ക് പാസ്സാവാനുള്ള മാർക്കില്ലായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് പിന്നെ കൃപാസനത്തിൽ നിന്ന് പോകാൻ നേരത്താണ് ആ ആൻസർ കീ നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ജയിക്കാനുള്ള മാർക്കില്ല. അപ്പോഴും ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് എനിക്ക് തരത്തില്ലെന്നോ അല്ലെങ്കിൽ വീണ്ടും എനിക്കിങ്ങനെ ആയെന്നോ ഒന്നുമില്ലായിരുന്നു. അപ്പോഴും എൻ്റെ ചേച്ചിയും അമ്മയൊക്കെ പറയായിരുന്നു, ഇല്ല ഇനിയും ഉണ്ടല്ലോ ഫൈനൽ ആൻസർ കീ വരാൻ, അപ്പം എന്തായാലും കിട്ടും, നീ പേടിക്കണ്ടെന്നൊക്കെ. അപ്പം ഞാൻ വീണ്ടും പ്രതീക്ഷ കൈവിടാതെ രാവിലെയും രാത്രിയും പോകുന്നിടത്തൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പം എനിക്ക് എഴുതിയ മാർക്കിനെയും കാട്ടി 1 മാർക്ക് കൂടി കുറഞ്ഞു. അപ്പം എനിക്ക് ഉറപ്പായി പാസ്സാവാൻ സാധിക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ പിന്നെയും എന്നിട്ടും പറഞ്ഞ് എന്തെങ്കിലും ഒരു കടാക്ഷം തരാതിരിക്കത്തില്ല, കട്ട് ഓഫോ അങ്ങനെ എന്തെങ്കിലും വന്ന് എന്തായാലും എനിക്ക് പാസ്സാവാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും മാതാവിനെയും ഈശോനെയും എൻ്റെ വീടിനടുത്തുള്ള പള്ളികളിലും ഞങ്ങൾ എല്ലാ ദിവസവും ചൊവ്വാഴ്ചകളിൽ പോകുന്ന ഒരു അന്തോണി സുണ്യാളുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വരാനായിട്ട് 14 തൊട്ട് 18 വരെയുള്ള ഏതെങ്കിലും ദിവസം വരുമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് 14-ാം തീയതി ആയിരുന്നു, ജൂലൈ 14-ാം തീയതി ആയിരുന്നു ഉടമ്പടി 3ാമത്തെ ഉടമ്പടി കഴിയുന്നത്. അപ്പോൾ എനിക്ക് വരാനുള്ള അവസരമില്ലായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ജൂലൈ 18-ാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. അങ്ങനെ രാവിലെ ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ ചേച്ചിയെടുത്ത് പറയുമ്പോൾ ചേച്ചി പറയും, കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ഭാഗ്യം അല്ലെങ്കിൽ അത്ഭുതം മാതാവ് കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി വീട്ടിലെത്തി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നെന്നും പറഞ്ഞ് ഒരു ഫ്രണ്ട് പറഞ്ഞ്. അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് എൻ്റെ അമ്മ മാതാവിനിത് എനിക്ക് തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് തരണേ എന്നായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ഞാൻ തൈലം നെറ്റിയിലിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിത് കിട്ടണേ എന്ന്. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കിത് ലഭിക്കണമേ, ഞാൻ അങ്ങയോട് ഇത് മാത്രമല്ലേ എപ്പോഴും ചോദിക്കുന്നുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ നോക്കാതെ നേരത്ത് ആദ്യമേ സൈറ്റ് സർവർ കിട്ടുന്നില്ല, അത് നെറ്റ്വർക്ക് ബിസി എന്നായിരുന്നു കാണിക്കുന്നത്. അപ്പം എൻ്റെ ചേച്ചിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ചിലപ്പോഴേ കിട്ടത്തുള്ളൂ, കാരണം ഇതുവരെ കട്ട് ഓഫിൻ്റെ കാര്യമൊന്നും വന്നില്ല. പിന്നെ എനിക്ക് വിഷമാവുമല്ലോ എന്ന് വിചാരിച്ച് കിട്ടുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ
ഈ നോട്ടിഫിക്കേഷൻ വീണ്ടും എയ്ബിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇട്ട്. അങ്ങനെ ഞാൻ പ്രീ റിലീസ് എന്നും പറഞ്ഞ് അതിനകത്ത് വന്നത്. അപ്പോൾ ആർക്കും റിസൾട്ട് കിട്ടുന്നില്ല, നോക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും പാസ് മാർക്ക് തന്നെയാണ്, അവർ കട്ട് ഓഫ് ഒന്നും ചെയ്തിട്ടില്ല എന്ന ആ നിമിഷം വരെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാസ്സാവാൻ സാധിക്കത്തില്ലെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രീ റിലീസ് നോക്കിയപ്പം അതിനകത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ പാടായതുകൊണ്ടും കുട്ടികളുടെ കൺസേൺ കൊണ്ടും 3 മാർക്ക് അവരതിനകത്ത് വിഡ്രോ ചെയ്തു എന്ന്. അതൊരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം അത്രയും നേരം വരെ അങ്ങനെ ഒരു ഡിസിഷനെക്കുറിച്ചോ അങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ചോ ആരും സംസാരിച്ചിരുന്നില്ല. കുറേ പേർക്ക് എളുപ്പമായിരുന്നു, കുറേ പേർക്ക് പാടായിരുന്നു എന്നായിരുന്നു അതിനകത്ത് വന്നിരുന്നത്. യാതൊരു മാർക്കും കട്ട് ഓഫ് ആയിട്ടും വന്നില്ല. ഉത്തരത്തിൽ പോലും ഒരു തെറ്റുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം വരെ എഴുതിയ ഉത്തരങ്ങളിലെല്ലാം 1 or 2 ഒക്കെ അവർ കട്ട് ഓഫ് ചെയ്യുമായിരുന്നു, കാരണം ഉത്തരങ്ങളൊക്കെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയും ഉണ്ടായിരുന്നില്ലായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ 3 മാർക്ക് വിഡ്രോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പായി ഞാൻ പാസ്സാവുമെന്ന്. കാരണം അത്രയും മാർക്കിൽ എനിക്ക് പാസ്സാവാനുള്ള ഉണ്ടായിരുന്നു. ആ 3 മാർക്ക് അവർ കട്ട് ഓഫ് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും പാസ്സാവാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ഉറപ്പായി ഞാൻ പാസ്സായി എന്ന്. എന്നിട്ട് അത് രാത്രി മുഴുവൻ ഒരു 12 മണി വരെ നോക്കി. എന്നിട്ട് പക്ഷേ നെറ്റ്വർക്ക് ബിസി എന്ന് പറഞ്ഞ് കാണിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാനും ചേച്ചിയും കൂടെ 5:30 എണീറ്റ് രാവിലത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാനും ചേച്ചിയും സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും സൈറ്റ് വന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പരും പാസ്വേഡും അടിച്ച് നോക്കിയപ്പോഴത്തേക്കും റിസൾട്ട് പാസ് എന്നാണ് കാണിച്ചത്. ശരിക്കും അമ്മ മാതാവിൻ്റെ ഈശോയുടെയും കരുണയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അത് പാസ്സാവാൻ സാധിക്കത്തില്ലായിരുന്നു. കാരണം അതുവരെയും അവർ ഒരു രീതിയിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ റെഡി ആയിരുന്നില്ല. പക്ഷേ അന്നത്തെ തലേ ദിവസം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി നോക്കിയപ്പോഴാണ് ആ ഒരു 2 മിനിറ്റിനിടയ്ക്കാണ് കാണിച്ചത് പ്രീ റിലീസിനകത്ത് 3 മാർക്ക് കുറച്ചു എന്നുള്ളത്. ഞാൻ എല്ലാ ദിവസവും ഞാൻ എക്സാം എഴുതിയപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പടിക്ക് വന്ന് ആ റിസൾട്ട് വരുന്നവരെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എനിക്ക് ഈ എക്സാം എഴുതാൻ സാധിക്കണേ, ഇല്ലെങ്കിൽ 2026 ഈ 2026 എനിക്ക് എക്സാം ഇല്ല, പിന്നെ 2027 എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും 2 വർഷം കഴിഞ്ഞ് അടുത്ത 3-ാമത്തെ വർഷം തുടങ്ങുക. അപ്പോൾ എനിക്ക് ഈ 2024 എൻറോൾമെൻറ്റ് വെച്ച് യാതൊരു ഫലവും ഇല്ല. പിന്നെ 2027 വെച്ചാൽ പിന്നെ എനിക്ക് മജിസ്ട്രേറ്റ് എക്സാം എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് ദൂരമായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ മാതാവ് എൻ്റെ ഈശോ വഴി നേടുത്തുന്ന അനുഗ്രഹം തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരോടും അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം പറയുമായിരുന്നു, മാതാവിനെ വിശ്വസിച്ചാൽ ഒരിക്കലും കൈ വിടത്തില്ല എന്ന്. ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനും ഇപ്പം എക്സാമിൻ്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുക. അപ്പം ഞാൻ അവനോടും പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസൾട്ട് വരുമ്പോൾ നീ പാസ്സാവും, ഒരിക്കലും അമ്മ മാതാവിനെ കൈവിടത്തില്ല എന്ന് തന്നെയാണ്. ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ നേരത്തെ എനിക്ക് പത്രം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ വഴി കേട്ടിട്ടുണ്ടായിരുന്നു, ഓരോരുത്തർ പറയുന്നത് വാങ്ങിക്കില്ല അങ്ങനെയൊക്കെ. അപ്പം ഞാനും വിചാരിക്കുമായിരുന്നു നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷെ നമ്മളത് കൊടുക്കാൻ നേരത്ത് നമ്മളുടെ അടുത്ത് അവരത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു സങ്കടവും തോന്നത്തില്ല. നമ്മളിപ്പോൾ വിചാരിക്കും ഓക്കെ, നമ്മളപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീണ്ടും അടുത്ത ആൾക്കാർക്ക് നമുക്ക് പത്രം കൊടുക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഈശോ തരും. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾക്ക് 2 പേർക്കും അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി ഈ വഴിയോരത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്ന ആളുകൾക്കും പള്ളികളുടെ ഫ്രണ്ടിലും ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ ഫ്രണ്ടിലും ആൾക്കാർ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ മാതാവിനെ പ്രാർത്ഥിക്കാതെ കിടക്കാറില്ല. ഞങ്ങൾ എപ്പോഴും വിചാരിക്കും ആ കസിൻ ഞങ്ങളുടെ അടുത്ത് പറയാൻ തന്നെ കാരണം മാതാവിന് ഞങ്ങളുടെ മാതാവ് ഇങ്ങനെ ഒരു സ്ഥലത്തുണ്ട് എന്നറിയണമെന്ന് കൊണ്ടുവന്ന് എൻ്റെ ചേച്ചിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം എൻ്റെ അമ്മ മാതാവ് എന്ന് പറയുന്നത് അത്രയും വിശ്വാസവും അത്ഭുതമാണ്. എനിക്ക് ഈ വിജയം തന്നെ തന്നതും എനിക്ക് ഇനിയുള്ള വഴിയിൽ എന്നെ വഴികാട്ടിയായിട്ട് നിർത്തുന്നതും എൻ്റെ മജിസ്ട്രേറ്റ് എക്സാം എനിക്ക് ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്നുള്ളതും എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തരും. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അത്ഭുതങ്ങളെ നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. അഡ്വക്കേറ്റ് അഞ്ജനയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നാം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാകുന്നത് ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ സമയച്ചുരുക്കത്തിൽ അമ്മ നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഒരു മജിസ്ട്രേറ്റ് ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ മകൾ എയ്ബ് പരീക്ഷ എഴുതുവാനായി ഒരുങ്ങുന്നത്. ഓരോ തവണയും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ അവസാനമായി ഉള്ള തൻ്റെ ആഗ്രഹത്തിനു വേണ്ടി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. OMR ഷീറ്റിൽ ഒരു തവണ നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, പക്ഷേ ഞാൻ തോറ്റുപോകും, എൻ്റെ മെറിറ്റ് ഇപ്പോൾ 0 ആണ് എന്നുള്ള ലെവലിലേക്ക് നമ്മുടെ സ്റ്റാറ്റസ് താഴുമ്പോഴാണ് കൃപ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഉടമ്പടിയുടെ കണ്ടൻറ്റും അത് തന്നെയാണ്. എപ്പോഴാണ് നമ്മുടെ മെറിറ്റ് പൂർണ്ണമായും 0 ആകുന്നത്, അവിടെയാണ് ഈശോ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. 3 മാർക്ക് എക്സ്ട്രാ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ഈ മകളിവിടെ ഏറ്റുപറയുകയുണ്ടായി. കാരണം അവിടെ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ കരിയർ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു പക്ഷേ പേപ്പർ ടഫായാൽ ഇവാലുവേഷൻ ലിബറലാകാം, അല്ലെങ്കിൽ പേപ്പർ ഇവാലുവേഷൻ ലിബറലായാൽ പേപ്പർ ടഫാവാം. അങ്ങനെയൊക്കെയുള്ള ചില ടിപ്സ് നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഇത്രയും ഹൈ റിസ്ക്കുള്ള ഒരു എയ്ബ് എന്ന പരീക്ഷയിൽ ഒരു മജിസ്ട്രേറ്റ് ആകാനുള്ള വളരെ യങ് ഏജിൽ തന്നെ ഈശോയോട് ചേർന്ന് നിന്ന് ന്യായം വിധിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ഒരു പരീക്ഷണമാണിത്. അപ്പോൾ ഈശോ എത്രമാത്രം ഈ മകളെ ഒരുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മ കൂടെ നടന്നുകൊണ്ടാണ് ഈശോയോട് ചേർന്ന് നിൽക്കാൻ ഈ മകളെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളെല്ലാം തന്നെ യൂത്ത് വളരെയധികം കത്തിക്കയറുന്ന സാക്ഷ്യങ്ങളാണ്. ഈശോയോട് ചെയ്യുന്ന പ്രോമിസ് വളരെ ശക്തമാണ്. ഈശോ ഇനി എനിക്ക് കൈവിടാൻ സാധിക്കുകയില്ല, കാരണം എനിക്ക് 1 മാർക്ക് നൽകിയത് മറ്റുള്ളവർക്കൊന്നും ആർക്കും നൽകാത്തതാണ്. ആ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ സാധ്യമല്ലായിരുന്നു, പക്ഷേ എനിക്ക് വേണ്ടി അങ്ങനെ ഒരു സിസ്റ്റം ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ എനിക്കുണ്ടായി. പരിശുദ്ധ അമ്മ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ മേരി മാഗ്ദലിൻ്റെ ഒരു സംഭവം നമുക്ക് ഓർമ്മ വരും. കാരണം ഈശോയെ ആരോ എടുത്തുകൊണ്ടുപോയി, ഈശോയുടെ ശരീരം അവിടെ കാണാനില്ല. ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സമയത്ത് മേരി മാഗ്ദലിൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ അവളെ മറിയം എന്ന് അഭിസംബോധന ചെയ്ത് വിളിക്കുന്നത്. നമ്മുടെ എല്ലാ സങ്കടങ്ങളിൽ നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ തലമുടി നാര് പോലും എണ്ണി അവിടുത്തെ കയ്യിൽ നമ്മുടെ പേര് എഴുതി കാത്തു സൂക്ഷിക്കുന്ന, പരിരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിനെ നമുക്ക് എപ്പോഴും നന്ദി പറയാം. അഡ്വക്കേറ്റ് അഞ്ജനയുടെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷി ഈ ആൾത്താരയുടെ മുമ്പിൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ കിട്ടിയ ത്തിനെ ഓർത്ത് നന്ദി പറയണു. എൻ്റെ പേര് നീതു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിയോ, എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ പേര് ഇസ, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് നോറ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. ഞങ്ങൾ 2027 മെയ് 2024 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ഓൺലൈൻ എടുത്തായിരുന്നു. ഇവിടെ വന്ന് എടുക്കുന്നതിൻ്റെ കാരണം ഞാൻ UK ആദ്യമായിട്ട് പോകുന്നത് ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയായിട്ടായിരുന്നു പോകുന്നത്. അപ്പം ആ സമയത്ത് കോവിഡായി, ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കുറഞ്ഞു. എൻ്റെ മൂത്ത കുഞ്ഞ് നാട്ടിലാണ്. അപ്പം മൂത്ത കുഞ്ഞിനെ നാട്ടിലേക്ക് നിന്ന് കൊണ്ടുവരാനും പറ്റുന്നില്ല, ജോബ് കിട്ടുന്നില്ല. കാരണം സ്റ്റുഡൻറ്റ് വിസയായിട്ട് നിൽക്കുന്നതുകൊണ്ട് UK പഠിക്കുന്ന പിള്ളേർക്കറിയാം, സ്റ്റുഡൻ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണം. അവിടെ ഒരു ജോബൊന്നും കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് ഞങ്ങൾക്ക് ജോബ് ഒത്തിരി അപേക്ഷിച്ചു, അതെല്ലാം റിജക്റ്റായി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ മൂത്ത ചേച്ചി പറഞ്ഞാണ് കൃപാസനത്തിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ചെന്ന് ഞങ്ങൾ അപേക്ഷിച്ചു. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു ഓഫർ വന്നു. ആ ജോബ് ഓഫർ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോബ് കിട്ടി. അങ്ങനെ ആദ്യത്തെ ഉടമ്പടിയായിട്ട് വെച്ചിരുന്ന ആ വർക്ക് വിസ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതാണ് ആദ്യത്തെ ഞങ്ങൾക്ക് മാതാവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹം. അതുപോലെ തന്നെ UK-യിലൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും ആദ്യം എൻ്റെ ഹസ്ബൻഡായിരുന്നു. 2-3 പ്രാവശ്യം എഴുതി കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ കാരണത്താൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കത് കിട്ടിയത്. കാരണം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു ഞങ്ങൾ ആദ്യമേ ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തത്. അത് ഒന്നും കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ പോകുമ്പോൾ
ടെസ്റ്റ് ദിവസം പോകുമ്പോൾ ഞങ്ങൾ ആ ടെസ്റ്റ് സെൻറ്ററിൽ ഞങ്ങൾ ഉപ്പ് തൂളും. ഞങ്ങൾ കയറുന്ന വണ്ടിയിൽ ഞങ്ങൾ സീറ്റേൽ ഉപ്പ് തൂളും. കാരണം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുടെ സീറ്റിൽ ഞങ്ങൾ ഉപ്പ് തൂളും. മാതാവ് അവിടെ വന്നിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉപ്പ് തൂളിയാണ് ഞങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ കിട്ടി. പിന്നെ രണ്ടാമത് ഞാനൊരു നേഴ്സാണ്. നേഴ്സായിട്ടുള്ളവർക്കറിയാം അവിടെ UK-ലൊരു ജോബ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇവിടുന്ന് പോയി പാസ്സായിട്ടല്ല പോയത്, അവിടെ ഞാൻ കെയറായിട്ടാണ് വർക്ക് ചെയ്തത്. നേഴ്സായി എക്സാം എഴുതി പാസ്സാവുക എന്ന് പറയുന്നത് ഒത്തിരി ടഫുള്ള കാര്യമാണ്. പാസ്സായിട്ട് പിൻ നമ്പർ കിട്ടണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരു മാനേജറിൻ്റെ സൈൻ വേണം. അപ്പോൾ ആ ഒരു സൈൻ എന്ത് ചെയ്താൽ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം എന്നും ആ മാനേജറിൻ്റെ റൂമിൽ ഒരു ഉപ്പ് തൂളും. മാനേജറിന് മനസ്സലിവ് തോന്നണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും എന്തെങ്കിലും തടസ്സം പറയും പുള്ളിക്കാരി പറയും ഞാൻ ചെയ്തോളാം എന്നും പറയും. അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഞാൻ ഈ സൈൻ ചെയ്ത് കിട്ടാൻ വേണ്ടി നടക്കുന്ന ദിവസങ്ങളിൽ നമ്മുടെ കൃപാസന പത്രം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു ദിവസം ഫുൾ ഇറങ്ങി ഒരാൾ പോലും മേടിച്ചില്ല. അപ്പം ഞാൻ ഒത്തിരി നിരാശയോടെ തിരിച്ചു പോന്നു. അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ അടുത്ത ദിവസം പോവും, ഒരു പത്രമെങ്കിലും നീ എനിക്ക് വിറ്റ് ഒരാളുമെങ്കിലും മേടിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിച്ചോളാം, എനിക്ക് നീ പിന്നെ തരാനാണ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും പത്രം കൊണ്ടിറങ്ങി. അന്ന് ആദ്യമായിട്ട് കൊടുത്ത ആൾ തന്നെ വലിയ സന്തോഷത്തോടു കൂടി ഒരമ്മച്ചി മേടിച്ചു. അവിടെ എന്ന് പറയുന്നത് മലയാളികളല്ല, എല്ലാം ഇംഗ്ലീഷുകാരാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യത്തെ പത്രം തന്നെ കൊടുത്തു. അത് പോയി. അന്ന് കുറേ പത്രം ഞാൻ കൊടുത്തു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു വന്നത്. കാരണം മാതാവ് എനിക്ക് കാണിച്ചു തന്നൊരു വഴി. കാരണം എനിക്കന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. അതിനുവേണ്ടി എനിക്ക് ഒരു പത്രം കൊടുത്താന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മാനേജർ എനിക്ക് സൈൻ ചെയ്ത് തന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ ജോലി സ്ഥലത്തു നിന്ന് വിളിച്ചു. എടീ എന്നാന്നറിയത്തില്ല, എൻ്റെ മുറി നടേ സ്റ്റാർ കാണുന്നു, ഇന്ന് ചിലപ്പോൾ നിനക്ക് പിൻ നമ്പർ വരുമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് കൂടെ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ പറഞ്ഞിരുന്നു. കറക്റ്റ് 3 മണിയായപ്പം എനിക്ക് ഇമെയിൽ വന്നു എൻ്റെ പിൻ നമ്പർ. അത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം അന്ന് ഹസ്ബൻഡിന് ഒരു മാതാവിൻ്റെ ഒരു പ്രസൻസ് അവിടെ കാണിച്ചു. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഞങ്ങൾക്ക് അവിടെ എനിക്കവിടെ നേഴ്സായിട്ട് ജോലി കിട്ടാൻ എനിക്ക് പിന്നെ കിട്ടിയിട്ട് ഞാൻ 1.5 വർഷം ഞാൻ ജോബ് കിട്ടാതെ അലഞ്ഞു. കാരണം ഒത്തിരി സ്ഥലത്ത് കൊടുത്തു, അവിടെ എങ്ങും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് കുത്തിയിരുന്ന് ഞാൻ ഓരോ കെയർ ഹോമുകളുടെയും പേരുകൾ എടുത്ത് വെച്ചിട്ട് ഞാൻ അവർക്കെല്ലാം പേഴ്സണലി ഇമെയിൽ അയച്ചു. ആരും വിളിച്ചില്ല. ഞാൻ ഒരു ഇമെയിൽ അയച്ചെടുത്ത് റിപ്ലൈ വന്നു, അവർക്കിപ്പോൾ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, കാരണം 3 വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് പിൻ നമ്പർ ജോലി കിട്ടിയില്ലെങ്കിൽ അവിടെ നമ്മുടെ പിൻ നമ്പർ കട്ടായി പോകും. അപ്പോൾ 1.5 വർഷമായി എനിക്ക് പിന്നെ കിട്ടിയിട്ട്. നമ്മൾക്ക് ഇത്ര മണിക്കൂർ അവിടെ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ പിൻ നമ്പർ അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദിവസം എന്താണെന്നറിയത്തില്ല, എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, ഇന്നൊരു കെയർ ഹോമിൽ നീ ഒന്നോടെ ഒന്ന് ഇമെയിൽ ഇട്. ആ ഇമെയിൽ ചുമ്മാ ഞാൻ അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പേ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഒന്നോടെ ഇടാൻ പറഞ്ഞു. അവരെന്നോട് ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്നാന്ന് അറിയത്തില്ല, ഇങ്ങനെ തോന്നിക്കുന്നുണ്ട്. ഞാൻ ഒന്നോടെ ഇട്ട് നോക്കി. ഞാനത് മാതാവിനെ തോന്നിച്ചതെന്ന് തന്നെ പറയാം. കാരണം ആ ഇമെയിലിന് എനിക്ക് അവർ റിപ്ലൈ തന്നു, നീ എന്നെ വന്ന് കാണാൻ പറഞ്ഞുകൊണ്ട്. അവിടെ ഒരു വേക്കൻസി ഇല്ല, പക്ഷേ അവരെന്നെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പോൾ വേക്കൻസി ഇല്ല, പക്ഷെ ബാങ്കായിട്ട് നിന്നെ ഞങ്ങളിപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു ഓക്കെ, കാരണം ഞാൻ വേക്കൻസി ഇല്ലാതെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ബാങ്കായിട്ട് അവിടെ കയറി. ആ പിറ്റേ മാസം തന്നെ അവിടെ എനിക്കൊരു പെർമനൻ്റായിട്ട് അവർ ജോബ് തന്നു. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ് ആ കെയർ ഹോമിലേക്ക് ഒന്നോടെ കൊടുക്കാൻ. കാരണം അവിടെ ഒരു പോസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെയുള്ളവർ തന്നെ എന്നോട് ചോദിച്ചു, ഇവിടെ വേക്കൻസിയുടെ പോസ്റ്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്.
അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് തോന്നിച്ച ഒരു കെയർ ഹോമാണത്. അങ്ങനെ അവിടെ എനിക്കൊരു നേഴ്സായിട്ട് UK നേഴ്സായിട്ട് ജോബ് എനിക്ക് കിട്ടി. പിന്നെ അവിടെ ഞങ്ങൾക്കൊരു വിസ റിന്യൂവൽ വന്നായിരുന്നു. 3 വർഷം കൂടുമ്പോൾ നമുക്ക് വിസ റിന്യൂ ചെയ്യണം. വിസ റിന്യൂ ചെയ്യാൻ നേരത്തെ ഞങ്ങൾ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തു, പ്രാർത്ഥിച്ചൊക്കെ കൊടുത്തു. പക്ഷേ അവിടെ എൻ്റെയും കുഞ്ഞുങ്ങളുടെയും വിസ മാത്രം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം വിസ വരേണ്ട സമയം കഴിഞ്ഞിട്ടും വിസ റിന്യൂവലിൻ്റെ വിസ വന്നില്ല. എൻ്റെയും കുഞ്ഞുങ്ങളുടെയും മാത്രം വിസ വന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വിസയുടെ ആപ്ലിക്കേഷൻ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങളപ്പോൾ 1 മാസത്തിന് മേളിലായി നിങ്ങൾ UK ഇല്ലീഗലായി നിൽക്കണു എന്ന് പറയണു. അത് കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി. കാരണം ഇല്ലീഗൽ എന്ന് പറയുന്നത് അവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ്. ആ സമയത്ത് സെയിം സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോബ് സംബന്ധമായ ഒത്തിരി പ്രോബ്ലങ്ങൾ അവിടെ മെൻ്റലി അവരെ ടോർച്ചർ ചെയ്തു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു, എടി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം, എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിസ ഇതുപോലെ തന്നെ ഞങ്ങളുടെ സബ്മിറ്റായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇവിടം വരെ എത്തിച്ചു, ഇനി മാതാവ് തന്നെ നമ്മളെ കാത്തോളൂ എന്ന് ഞാൻ അത്രേ പറഞ്ഞോളൂ. ആ സെയിം സമയത്ത് എനിക്ക് നടുവിന് പ്രോബ്ലമായിട്ട് ഞാൻ കിടപ്പായിപ്പോയി. ഒരു 2.5 ആഴ്ച കിടപ്പെന്ന് പറഞ്ഞാൽ അതുപോലെ കിടന്നു പോയ സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ വിസ തീരുന്നത് ജൂൺ 12-ാം തീയതിയാണ് ഞങ്ങളുടെ വിസ തീരുന്നത്. ഞാൻ കിടപ്പാവുന്നത് ജൂൺ 10-ന്. അപ്പം എനിക്ക് തോന്നി എൻ്റെ മാതാവ് ഞങ്ങളെ കരുതിയതാണ്. കാരണം ആ വിസ തീരുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞാൻ വീണത്. അപ്പം ആ ഒരു മെഡിക്കലിൻ്റെ എല്ലാം കാണിച്ചുകൊണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഇതിന് മാത്രം ഞങ്ങൾക്ക് വിസ അവർക്ക് റിന്യൂ ചെയ്ത് കിട്ടി. കാരണം എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ കുറേ വക്കീൽമാരെ കണ്ടു, അവരൊക്കെ പറഞ്ഞു 99% നിങ്ങൾക്ക് റെഫ്യൂസലാണ്, നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാതാവ് ഇവിടം വരെ നമ്മളെ കൊണ്ടുപോകുന്നു, മാതാവ് ഒന്നും കാണാതെ എന്നെ വീഴിക്കത്തുമില്ല, മാതാവ് ഒന്നും കാണാതെ നമുക്കൊരു തടസ്സം വരത്തില്ല. അപ്പം അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് തടസ്സം എല്ലാം മാറി. ഞങ്ങൾക്ക് 3 പേർക്കും 4 പേർക്കും ഇപ്പോൾ അവിടെ ഒരു UK വിസയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബിൽ മെൻ്റലി അവർ ടോർച്ചർ ചെയ്തു. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മാതാവ് ഒന്നും കാണാതെ നമുക്ക് ഇങ്ങനെ തടസ്സങ്ങൾ തരില്ല. നമ്മൾ കൂടുതൽ അടുക്കുന്നവരും നമുക്ക് പരീക്ഷണങ്ങൾ കൂടുതൽ വരുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതായിരിക്കും നമുക്ക് വരുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞങ്ങളവിടെ ഇംഗ്ലീഷ് പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പം എനിക്കിങ്ങനെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു, ഇംഗ്ലീഷ് പള്ളിയിൽ ആരും മുല്ലപ്പൂ ചൂടി വരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പിള്ളേരോട് ചോദിച്ചു, വേറെ ആർക്കും വരുന്നില്ല. അപ്പം ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്കവിടെ ഒരു പിൻ നമ്പർ കിട്ടണതും. അപ്പം അതും മാതാവ് കാണിച്ചു തന്ന ഒരു പ്രസൻസാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതും ഒരു വഴി തെളിച്ചു തരുന്നതും ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കും. അന്ന് ഞങ്ങൾ ഉടമ്പടി ധ്യാനം എല്ലാം കൂടി ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം എല്ലാം കഴിഞ്ഞ് ഒരു 2-നും 3-നും ഇടയ്ക്കായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തിനുമുള്ള മറുപടികളും എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് സാധിച്ചു തരുന്നത്. ഞങ്ങൾ ഉപവാസം എടുക്കുന്ന ദിവസവും ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചൊവ്വാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഞങ്ങളുടെ ലൈഫിലൊരു വലിയൊരു ദിവസമാണ്, അനുഗ്രഹപ്പെട്ടൊരു ദിവസമാണ്. പിന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ മുടങ്ങാറില്ല. അതുപോലെ തന്നെ പിള്ളേരാണെങ്കിലും എന്തൊരു കുഞ്ഞൊരു അസുഖം വന്നാലും ആദ്യമേ അവർ കൊണ്ടുപോയി മാതാവിൻ്റെ ഉപ്പും എണ്ണയായിരിക്കും തൂക്കുന്നത്. ഒരു കുഞ്ഞ് കൊതുക് കടിച്ചാൽ പോലും പോയി എൻ്റെ ചെറുത് പോയി എണ്ണ കൊണ്ടുപോയി തൂക്കും. സ്കൂളിൽ പോകുമ്പോഴും എല്ലാം അവർ എണ്ണ തൂത്ത് ഉപ്പും തൂത്ത് എല്ലാം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങൾ പൊതിയുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു പള്ളിയില്ലായിരുന്നു, മലയാളം പള്ളി. ഞങ്ങൾ അവിടെ ഒരു ഇംഗ്ലീഷ് പള്ളിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്കൊരു മലയാളം പള്ളി വേണമെന്ന്, അടുത്തുണ്ട് അവിടെയെന്ന്. അപ്പം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കായിരുന്നു ഒരു മലയാളം പള്ളി. ഞങ്ങൾ മലയാളം പള്ളിക്ക് വേണ്ടി ഞങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു ഒരു കുർബാന കൂടാൻ വേണ്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് അവിടെ 1 മണിക്കൂർ യാത്രയുണ്ട് ഒരു മലയാളം പള്ളി. ഇപ്പം ഞങ്ങൾക്ക് പുതിയതായിട്ട് തുടങ്ങി. ആ 1 മണിക്കൂറാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാ മാസത്തിലും ഒരു കുർബാനയുണ്ട്. ആ ഒരു കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓടും, ഒരു മലയാളം കുർബാന കൂടാൻ. അതല്ലാതെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഇംഗ്ലീഷ് പള്ളിയിൽ പോവും, കുർബാന സ്വീകരിക്കും.
അതിനൊന്നും ഒരു മുടക്കം വരാറില്ല. പിന്നെ ദിവ്യകാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു വീതം നാട്ടിലേക്ക് പേരൻസിന് അയച്ചു കൊടുക്കും. അവർക്ക് ഏതെങ്കിലും ഒരു ആശ്രമത്തിലേക്ക് പൈസ കൊടുക്കും. അതുപോലെ തന്നെ രോഗികളെ കിടക്കുന്ന പലർക്കും അല്ലാതെയും ഞങ്ങൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ്സും ധ്യാനവും എല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതുപോലെ പലരും ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന കണ്ടിട്ട് ഞങ്ങളോട് കൃപാസനത്തിനെ കുറിച്ച് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും എല്ലാം ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഓരോ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞങ്ങളവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിലൂടെ പലരും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തവരുമുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും. ദേവമാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി. മക്കബായരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തേക്ക് തൻ്റെ ദാസരുടെ മേൽ കരുണ തോന്നും എന്ന് പാടി മോശ ജനങ്ങൾക്ക് മുൻപിൽ സാക്ഷി നൽകിയതുപോലെ ദൈവമായ കർത്താവ് നമ്മെ കടാക്ഷിക്കുകയും നമ്മുടെ നേരെ സത്യമായും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നീതു ചാക്കപ്പൻ തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളും സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അത് വർക്ക് വിസയിലേക്ക് മാറ്റേണ്ടതുള്ള ഒരു കടമ്പകൾ കടക്കേണ്ട രീതിയും അതുപോലെ തന്നെ അതിനെ തുടർന്നുകൊണ്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചത് മുതൽ ജോബ് ഓഫർ കിട്ടുകയും അതുപോലെ തന്നെയാണെങ്കിലും അതിനെ തുടർന്ന് അവിടത്തേക്ക് ഒരു ജോലി ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാൻ നിരവധിയായ തടസ്സങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള പൂർണ്ണമായൊരു വിശ്വാസം ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അവർക്ക് ലൈസൻസ് ലഭിക്കാനുള്ള എല്ലാവിധമായ അവസരങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ നേഴ്സായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് പൂർണ്ണമായിട്ട് പിന്നമ്പ് ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉടമ്പടി വസ്തുക്കളിലേക്ക് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന തന്നെ അത് 2 ദിവസത്തിന് ശേഷം വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയെങ്കിലും അത് പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും പലവിധ ഇൻ്റർവ്യൂ ഒക്കെ പോയെങ്കിലും പെർമനൻ്റായിട്ട് ഒരു കെയർ ഹോമിൽ അത് പോസ്റ്റുകളില്ലാത്ത രീതിയിൽ തന്നെ വേക്കൻസി കിട്ടുകയും നേഴ്സായിട്ട് ഒരു സ്ഥിര ജോലി ലഭിക്കുകയൊക്കെ ചെയ്തു. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ തന്നെ വലിയൊരു കൃപയും അനുഗ്രഹം തന്നെയാണ്. അതിനെ തുടർന്നാണെങ്കിലും ജീവിത പങ്കാളിയുടെ ജോലി സംബന്ധമായ വിഷയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വിസ പുതുക്കുന്ന കാര്യത്തിൽ അവർക്കുണ്ടായ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചകളൊക്കെ വന്നപ്പോഴും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്നുകൊണ്ടുള്ള തങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസം തന്നെയാണ് അവർക്ക് മുമ്പോട്ട് പോകുവാനും അതിനെല്ലാ വിധമായ തടസ്സങ്ങളൊക്കെ മാറ്റി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തത്. ഇനിയും മുമ്പോട്ടുള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് ഈ കുടുംബത്തെ ഇനിയും മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷനും ഈശോമിശിഹായ്ക്കും കോടാനുകോടി നന്ദികൾ. കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻ്റണി ജെയിംസ്. ഞാൻ തൃശ്ശൂർ കണ്ടശാങ്കട് വടവകയിൽ നിന്ന് വരുന്നു. 2024 ജൂൺ 12-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയും ചേച്ചിയും വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അവർ ആദ്യം തന്നെ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ജീവിക്കണ്ടായിരുന്നു. അപ്പോൾ 2023 ഒക്ടോബറിൽ ഞാൻ പൈലറ്റ് ആവാൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി. എന്നിട്ട് 2024 ഏപ്രിലായപ്പോൾ ഞാൻ സ്പെയിനിൽ പോയി ബോയിങ് 737 എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റിൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്യാൻ പഠിച്ചു. പക്ഷേ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഏവിയേഷൻ ഇൻഡസ്ട്രി ആകെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ആകെ ഡെസ്പറേറ്റ് ആയി. അപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മ മാതാവ് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2023 തന്നെ എനിക്കൊരു ടെമ്പററി ആയിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അവിടെ ചെന്നു. എന്നിട്ട് 2024 സെപ്റ്റംബറിൽ എനിക്ക് ഒരു എയർലൈനിൽ റിട്ടേൺ എക്സാം പാസ്സായി. പക്ഷേ വീണ്ടും ഏവിയേഷൻ ഇൻഡസ്ട്രി ഡൗൺ ആയതുകൊണ്ട് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വേക്കൻസി ഹോൾഡിലിട്ടു. അപ്പോൾ റിട്ടേൺ എക്സാം പാസ്സായിട്ടുള്ള എല്ലാതും ഹോൾഡിൽ വെച്ചു ആ വേക്കൻസി. എന്നിട്ട് അത്
ജനുവരിയിൽ വീണ്ടും ആ വേക്കൻസി ഓപ്പണായി. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂവും എൻ്റെ കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പിറ്റേ ദിവസം തന്നെ എനിക്ക് അടുത്ത ഇമെയിൽ വന്നു ഞാൻ ഫെയിലായി എന്ന്. അപ്പോൾ ആദ്യം പാസ്സായി എന്ന് പറഞ്ഞു വന്നു, പിന്നെ ഫെയിലായി എന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായി, ഭയങ്കര ഡിപ്രഷനിലൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഫുള്ള് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ നിന്നു. അപ്പോൾ എൻ്റെ ടെമ്പററി ആയിട്ടുണ്ടായിരുന്ന ജോലി ഞാനത് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് കമ്പനീൻ്റെ അടുത്ത് ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഫുൾ ടൈം പഠിക്കാൻ നോക്കി. അപ്പം തന്നെ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഒരു യാദൃശ്ചികമായിട്ടൊരു കോൾ വന്നു, ഒരു ഇൻ്റർവ്യൂ വേഗം വന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു ഒരാഴ്ചൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 18 ദിവസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് ജോയിനിങ് ഡേറ്റ് 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ജോയിനിങ് ഡേറ്റ് തന്നു. സാധാരണ ഒരു എയർലൈൻ നമ്മളെ ഒരു പൈലറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രഷറായിട്ടൊരു പൈലറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 to 8 മാസം കഴിഞ്ഞിട്ട് ജോയിനിങ് ഡേറ്റ് കിട്ടുള്ളൂ. എനിക്കിത് 3 മാസത്തിൻ്റെ ഉള്ളിൽ മാതാവ് എനിക്ക് നടത്തി തന്നു. അത് വലിയൊരു ടൈം ഷോർട്ടനിങ് ആയിട്ട് ഞാൻ കണക്കാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ജൂലൈ 27, 2026 ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കമ്പനിയെ ഞാൻ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യണത്. അതായത് ഇന്ന് എൻ്റെ 7ാമത്തെ പുതുക്കൽ. അപ്പോൾ 7ഉം 27ഉം ഒക്കെ മാതാവിൻ്റെ നമ്പേഴ്സാലോ. മാതാവ് പ്രത്യക്ഷപ്പെട്ടത് 7ാം തീയതി അല്ല. അപ്പോൾ ഞാൻ അതൊരു മാതാവിൻ്റെ ഒരു മധ്യസ്ഥം എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കണു. പിന്നെ ഞാനിപ്പോൾ പണ്ട് ഇൻ്റർവ്യൂ ഫെയിലായി എന്ന് പറഞ്ഞല്ലോ, ആ ഇൻ്റർവ്യൂ ആ എയർലൈനിൽ കിട്ടുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ 30 ലക്ഷം എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ട്രെയിനിങ് നിർത്തേണ്ടി വന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ എയർലൈനിൽ എനിക്ക് ഫ്രീ ആയിട്ട് ആ കമ്പനി എന്നെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തു. അതും വേഗം സെലക്ഷൻ പ്രോസസ്സ്, എല്ലാ ട്രെയിനിങ് ഇത് കഴിഞ്ഞിട്ട് ഇനി ഓഗസ്റ്റ് 3-ാം തീയതി എനിക്ക് ബാംഗ്ലൂർ പോയിട്ട് ട്രെയിനിങ് തുടങ്ങും. അതും 6 മാസത്തിനുള്ള എല്ലാം തീർക്കാമെന്ന് ഒരു പ്രോമിസ് അവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ എയർലൈനിൻ്റെ മുന്നേ എയർലൈൻ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഓടി വന്ന് ഞാൻ അച്ഛനെ കണ്ട് എൻ്റെ ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ അച്ഛൻ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ പ്രാർത്ഥിച്ച് എനിക്ക് പ്രാർത്ഥന തന്നു. എന്നിട്ട് അച്ഛൻ തന്ന കാശുരൂപം വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഓരോ സെലക്ഷൻ പ്രോസസ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ സൈക്കോമെട്രി ടെസ്റ്റ് ഉണ്ടായിരുന്നു, സിമുലേറ്റർ ചെക്ക് ഉണ്ടായിരുന്നു. സിമുലേറ്റർ ചെക്ക് ബേസിക്കലി നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ 3 റൗണ്ടിൽ ഞാൻ ഉപ്പും വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് ഞാൻ ആ ഹോളിലിട്ടിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ബോർഡിലിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ നടക്കുന്ന റൂമിലിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് ഗോണ്ടിയ എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിലൊരു ഉൾഗ്രാമത്തിലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേപ്പർ ഞാൻ തൃശ്ശൂരും കൊടുക്കും, ഓരോ വീടുകളിൽ പോയിട്ട് ഞാൻ പേപ്പർ കൊടുക്കും. അപ്പോൾ എനിക്ക് അവരെ ഫേസ് ടു ഫേസ് അവരെ കണ്ട് എനിക്ക് പറയാനും പറ്റും. പിന്നെ കുറച്ച് പേപ്പർ, ഹിന്ദി പേപ്പർ ഞാൻ ഗോണ്ടിയയിലത്തെ പള്ളിയിൽ പോയി കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഓരോ ആൾക്കാർ എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ ഹിന്ദിയിൽ ഞാൻ അവർക്ക് കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും. പിന്നെ എൻ്റെ സാലറി, അന്ന് കിട്ടിയിരുന്ന സാലറിയിലത്തെ 10-1, അതായത് 10% ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് നാഗ്പൂർ ഡയോസിസിലുള്ള പള്ളികൾക്ക് കൊടുത്തിരുന്നു. പിന്നെ ആദിവാസികളുടെ പള്ളികളിലൊക്കെ ഞാൻ ചെന്ന് പ്രേക്ഷിത പ്രവർത്തനം, അവിടുത്തെ ഗോണ്ടിയ പള്ളിയിലത്തെ പാരിഷിലത്തെ അച്ഛന്മാർ 2 പേരും മലയാളികൾ. അപ്പോൾ അവരുടെ ഒപ്പം ചെന്ന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ ആദിവാസി പള്ളികളിൽ പോയിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറ് ഞാൻ തൃശ്ശൂർ കൊടുത്തിരുന്നു. പിന്നെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളും ഇടയ്ക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ഞാൻ എല്ലാ ദിവസവും കൊന്ത ചെല്ലും. എല്ലാ ദിവസം നമുക്ക് യൂട്യൂബിൽ റാൻഡമായിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താ പറയുക, ദൈവത്തിനെ പറ്റിയിട്ടും ബൈബിളിലത്തെ ഓരോ വേഴ്സ് അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ, അതിൻ്റെ ഡീപ്പ് മീനിങ്, അങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കുറേ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ കൊന്ത ചെല്ലാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന കാലത്തും പിന്നെ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥന എത്തിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി ധ്യാനവും പിന്നെ ബൈബിളും വായിക്കാറുണ്ട്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷ സാധിച്ചു തരട്ടെ. അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ. സങ്കീർത്തനം 20:4 വചനമാണ്. ഉടമ്പടിയിൽ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നത്.
ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ പ്രാർത്ഥനയും വിശ്വാസവും പ്രവർത്തനവും ചേരുമ്പോൾ നമ്മുടെ ജീവിത പദ്ധതിയിൽ ദൈവിക ദിശയാണ് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങൾ പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ സന്നിധിയിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഹൃദയാഭിലാഷങ്ങൾ സാക്ഷാത്കരിച്ച ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ആൻ്റണി ജെയിംസ് എന്ന മകൻ നമ്മളോട് പങ്കുവച്ചത്. ഈ മകൻ്റെ ജീവിതത്തിൽ കൃപാസനത്തെപ്പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത് സ്വന്തം അമ്മയും ചേച്ചിയിൽ നിന്നുമാണ്. വിശ്വാസ കൈമാറ്റം. അച്ഛനും കുടുംബത്തിലെല്ലാവരും ഉടമ്പടിയിലാണ്. അമ്മയും ചേച്ചിയും ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നീട് ഈ മകന് പറഞ്ഞു കൊടുക്കുകയാണ് കൃപാസനത്തിൽ പോകാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ. കാരണം പൈലറ്റ് ആകാനുള്ള ആ കോഴ്സ് പഠിത്തം കഴിഞ്ഞിട്ട് 2.5 വർഷത്തോളം ഈ മകന് പല സ്ഥലത്തും ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ചേച്ചിയും അമ്മയും പറഞ്ഞപ്പോൾ ഈ മകനും ഇവിടെ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഓരോ കാര്യവും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് എല്ലാ ഹൃദയാഭിലാഷങ്ങളും ഈശോയുടെ അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പിന്നീടാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 2024 സ്പെയിനിൽ ബോയിങ് 737 ഫ്ലൈ ചെയ്യാനായിട്ട് പഠിക്കാൻ സാധിക്കുകയും പിന്നീടാണ് അറിഞ്ഞത് ആവിയേഷൻ ഇൻഡസ്ട്രി ഇപ്പോൾ ഡൗൺ ആവുകയാണ്. പിന്നീട് എന്ത് ചെയ്യുമെന്ന ഒരു പ്രതിസന്ധിയിലായപ്പോഴും ഈ മകന് പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛനെ കണ്ടതിന് ശേഷം ഒരു വലിയ ആത്മധൈര്യം കിട്ടിയെന്നുമാണ് പറയുന്നത്. അതിന് മുമ്പ് തന്നെ ആ സമയത്ത് തന്നെ ഈ മകന് ഒരു ടെമ്പററി ജോബുണ്ടായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളറായിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു. പിന്നീട് അച്ഛനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഒരു ആത്മധൈര്യം കിട്ടിയെന്നാണ് ഈ മകനെ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നെയുള്ള ഇൻ്റർവ്യൂവിനെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച ഉപ്പും അച്ഛന് കൊടുത്ത വെഞ്ചരിച്ച കാശുരൂപവും ഉടമ്പടി കാശുരൂപവും ഒക്കെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ മകൻ ഓരോ കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോവുകയും ആദ്യം ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴത് ഫെയിലാവുകയാണ്. അല്പം സങ്കടം തോന്നി. പക്ഷേ പിന്നീടാണ് ഈ മകന് മനസ്സിലായത് ആ ഇൻ്റർവ്യൂ പാസ്സാകുമായിരുന്നെങ്കിൽ അവിടെ 30 ലക്ഷം കൊടുക്കേണ്ടി വരുമായിരുന്നു. അവിടെയും അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെൻ്റെ നല്ലതിനായിരുന്നു ആ ആദ്യത്തെ ഇൻ്റർവ്യൂ ഫെയിലായത്. പിന്നീട് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പാസ്സാവുകയും ഒരു പൈസ പോലും എക്സ്പെൻസ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ജോലി ശരിയാവുകയുമാണ്. അതായത് ഒരു ഫ്രഷ് പൈലറ്റിന് ഒരു ഏകദേശം 6 to 8 months വേണം ഒരു പെർമനൻറ്റ് ജോലി കിട്ടുവാനായിട്ട്. പക്ഷേ ഈ മകനെ സംബന്ധിച്ചോളം വിതിൻ 3 months സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ ഒരു പൈലറ്റായിട്ട് ജോലി കിട്ടാനായിട്ട് സാധിച്ചു എന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതും ഇന്ന് 7ാം പുതുക്കലിൻ്റെ ദിവസമാണ്. ഇന്നാണ് ജൂലൈ 27-നാണ് ഈ മകന് ഒഫീഷ്യലായിട്ട് പൈലറ്റായിട്ട് പുതിയൊരു കമ്പനിയിൽ ഒരു നല്ല ഒരു ഫേമസ് എയർലൈനിൽ പൈലറ്റായിട്ട് ജോലി ലഭിച്ച് ഇന്ന് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. ഇന്ന് പുതുക്കേണ്ട ദിവസമാണ്. 7ാമത്തെ പുതുക്കലാണ്. അതിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ സന്നിധിയിൽ ഈ പൈലറ്റായ മകൻ ആൻ്റണി ജെയിംസ് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മൻ പറയുന്നത് ഇതിങ്ങനെയാണ്: ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കൃപയാലാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചത്. കാരണം ഒരു ഫ്രഷറായ എനിക്ക് ഈ ജോലി നൽകണമെങ്കിൽ എൻ്റെ ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപ കൊണ്ടാണ്. എനിക്ക് ഒരു മെറിറ്റുമില്ല, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി എന്നുള്ളൊരു അടയാളമായിട്ടാണ് ഈ മകൻ പറയുന്നത്. 7ാമത്തെ പുതുക്കലാണ്. ജൂലൈ 27-ാം തീയതിയിലും 7 എന്ന ഡേറ്റും ഉണ്ട്. ഇന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഡേറ്റാണ്. ഇതെല്ലാം നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ മകൻ പറയുന്നത്, കിട്ടുന്ന സാലറിയിൽ 10% ഞാൻ മറ്റു കാരുണ്യ പ്രവൃത്തികൾക്കായിട്ടും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ടും ചെലവഴിക്കുമെന്നാണ്. ഉടമ്പടി നിബന്ധനകളനുസരിച്ച് കുർബാനയും കുമ്പസാരവും പ്രാർത്ഥനാ ജീവിതവും എല്ലാം
എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ പാലിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇന്ന് പരിശുദ്ധമ്മയുടെ സാക്ഷിയായിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് നന്ദി പറയുന്നത്. ഉടമ്പടിയിൽ സമർപ്പിക്കുന്ന നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം പരിശുദ്ധ അമ്മ അറിയുന്നുണ്ട്. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകുമെന്നാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 22:28 പറയുന്നത്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന, സാധിച്ചു തരുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ്. ആ ഉറപ്പായ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും കൂടുതൽ തീക്ഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 1 കൊറിന്ത്യൻസ് 15:57 പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് നന്ദി പറയാമെന്നാണ്. എല്ലാ കാര്യത്തിലും ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻ്റണി ജെയിംസിന് കുടുംബത്തിൽ ലഭിച്ചു. പ്രത്യേകിച്ചും ഇന്ന് ഒരു പൈലറ്റായി ജോയിൻ ചെയ്യുന്ന ഈ മകന് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, കൃപകൾ നൽകിയ, സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും മാറ്റിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റീന. ഞാൻ കാഞ്ഞൂർ സെൻറ്റ് മേരീസ് ഫൊറോന ഇടവാംഗമാണ്. എൻ്റെ മകൻ ജോൺ, എൻ്റെ മോള് ക്രിസി. ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് പള്ളിയിൽ വരുന്ന പത്രം കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ വെച്ച് എന്നും ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ഇതൊക്കെ എല്ലാ ദിവസവും വായിക്കാറുണ്ട്. അങ്ങനെ ഞാൻ മാതാവിനെക്കുറിച്ച് കുറേ നാളായി ഇങ്ങനെ അറിഞ്ഞ് ഞാൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നാലും മാതാവിൻ്റെ അടുത്തേക്ക് വരാനുള്ള വഴിയൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വയ്ക്കും, പുസ്തകത്തിൽ എഴുതി വയ്ക്കും. പിന്നെ ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഞാൻ പ്രതീക്ഷീകര പ്രാർത്ഥന പുസ്തകം അവിടെ ഇരുന്ന് തന്നെ ഞാൻ എഴുതി വീട്ടിൽ കൊണ്ടുവന്ന് രൂപത്തിൻ്റെ അവിടെ വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കായിരുന്നു. 5 മണിക്ക് എഴുന്നേക്കും, 5:30 തുടങ്ങി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന എന്നും മുടങ്ങാണ്ട് ഞാൻ എത്തിക്കാറുണ്ട്. എൻ്റെ അസുഖത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. എനിക്ക് ഭയങ്കര ഒരു അസുഖമുണ്ടായിരുന്നു. എൻ്റെ മൂലക്കുരുവിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. ആ ഡോക്ടർ അപ്പം മൂലക്കുരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ ഈ ഭയങ്കര ബ്ലീഡിങ്. അപ്പോൾ ഗർഭപാത്ര ചേച്ചിക്ക് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ. അപ്പോൾ പറഞ്ഞു ഒന്നും തോന്നാറില്ല, ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ചേച്ചിയുടെ മുടി കൊഴിയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കട്ടിയുള്ള മുടിയായിരുന്നു, ആ മുടിയൊക്കെ കൊഴിഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ HB4, ഗർഭപാത്രത്തിൽ നിറച്ച് മുഴകളും ഗ്രോത്ത് ഫ്ലൂയിഡ് അങ്ങനെ കുറേ രോഗങ്ങൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര രോഗങ്ങളാണല്ലോ, ഇതെന്താ ഇത്രയും നാളും പറയാണ്ടിരുന്നത്, ഈ ബ്ലീഡിങ്ങൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ച് കുറേ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. പിന്നെ വിഷമമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഭയങ്കര രോഗമാണ്, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മൂലക്കുരുവിൻ്റെ അസുഖം മാറാനായിട്ട് അവർ നിന്നു. മൂലക്കുരുവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ചേട്ടനും കൂടി ആശുപത്രി പോയി ചെന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ക്യാൻസറിൻ്റെ ടെസ്റ്റായിരുന്നു. ആ ക്യാൻസറിൻ്റെ ടെസ്റ്റാണെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തുടങ്ങി ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ, ഇങ്ങനെ വീട് മുഴുവൻ ഭയങ്കര വിഷമായി. അപ്പനും മക്കൾക്കും എല്ലാവർക്കും വിഷമായി. ദൈവമേ, അമ്മയ്ക്ക് ഇങ്ങനെ രോഗം വന്നില്ല ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പം ഞാനും ചേട്ടനും കൂടിയും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോണ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപ്പം ഈ കുടുംബയോഗത്തിൻ്റെ മാതാവ്, വലിയ രൂപമുള്ള മാതാവ് കുടുംബയോഗത്തിൽ, എൻ്റെ കുടുംബയോഗം അന്ന് അവിടെയായിരുന്നു ആ മാസത്തിൽ. അപ്പം മാതാവ് ഒരു മാസം ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞാനും ചേട്ടനും കൂടിയും ഇങ്ങനെ ടെസ്റ്റിന് പോയി. അപ്പം ഞാൻ മാതാവിനോട് പോണേക്കാൾ മുമ്പ് എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അതിന് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞങ്ങളിങ്ങനെ ആശുപത്രി പോവാണ്, ഞാനിങ്ങനെ ആശുപത്രി പോകുമ്പോൾ എൻ്റെ 2 അമ്മമാരും കൂടെ വരാറുണ്ട്. ഇത് ഗർഭപാത്രം തൊട്ടാന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോണതാണ്. അപ്പോൾ അമ്മ കൂടെ വരണം കേട്ടോ, കൂടെ വരില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉമ്മ കൊടുത്താണ് പോയി അവിടെ ചെന്ന് ഇങ്ങനെ ആദ്യം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും വന്നില്ല, കിട്ടണില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് ടെസ്റ്റിന് ആരംഭിച്ചു. ടെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഡോക്ടർമാരെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് എൻ്റെ ശരീരം മുഴുവനും ഇങ്ങനെ ഭയങ്കര വിശർത്ത് കുളിച്ച് ഭയങ്കര പ്രഷറൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകണം. ഡോക്ടർ പറഞ്ഞു, പ്രഷറൊക്കെ കുറഞ്ഞു പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആകെ ഭയങ്കര വിഷമത്തിലിരിക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡോക്ടർമാർക്ക് അത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല, തെന്നി പോണു. രണ്ടാമത്
രണ്ടാമത്തെ ഒരു നല്ല പൊക്കമുള്ളൊരു ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഭയങ്കര അസ്വസ്ഥതകൾ വന്നത്. അപ്പോൾ ഡോക്ടർ എന്താണോ ഈ കൊച്ചിന് ഭയങ്കര അസ്വസ്ഥതകളാണല്ലോ വന്നത്, ഇങ്ങനെ പ്രഷർ കുറഞ്ഞു പോയോ എന്ന് പറഞ്ഞു. പിന്നെ 2-3 ഡോക്ടർമാരൊന്ന് എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ കണ്ണ് മുഴുവൻ നിറഞ്ഞിങ്ങനെ ഒഴുകാണ്. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാനിത് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ, ഇച്ചിരി വേദനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നോട് ഇങ്ങനെ വർത്തമാനം പറയണം, ചേച്ചിക്ക് പ്രസവമായിരുന്നോ അതേ സിസേറിയനാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസവമായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേദനയൊന്നും ഉണ്ടാവില്ല കേട്ടോ, വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ടെസ്റ്റിന് എടുത്തപ്പോൾ എനിക്കൊരു വേദന പോലും ഉണ്ടായില്ല. പക്ഷേ ആ ടെസ്റ്റിന് നല്ല വേദന എടുക്കുന്ന ടെസ്റ്റായിരുന്നു. ഞാനിങ്ങനെ അപ്പോൾ ടെസ്റ്റിന് എടുക്കുകയാണ്. ആ സമയത്ത് ഈ ഡോക്ടർ വന്നപ്പോൾ തന്നെ എൻ്റെ മാതാവ് എൻ്റെ ഈ വലതുവശത്ത് വന്ന് നിന്നു. വലതുവശത്ത് നിന്ന് ആ ഗർഭപാത്രത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ സൂൺ ചെയ്ത് നോക്കണത് ഞാൻ കണ്ടു. ഞാൻ മാതാവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ തല വെട്ടിച്ചിങ്ങനെ നോക്കി. പിന്നെ എനിക്ക് എൻ്റെ കണ്ണീന്നൊക്കെ കണ്ണീര് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒഴുകണം. അപ്പോൾ ചേച്ചി എന്തിനാ കരയണേന്ന് വെച്ചു. അപ്പോൾ വേദന എടുക്കണമെന്ന് വെച്ചാൽ വേദന എടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മ വന്നു അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അമ്മ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചിക്ക് ഒരു രോഗങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നും പറഞ്ഞ് കൈത്തട്ടി ചേച്ചി സമാധാനിച്ച് വീട്ടിൽ പോയിക്കോ എന്നും പറഞ്ഞ് ഞങ്ങൾ അന്ന് സമാധാനം ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് 2 ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ട് അറിയാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിക്കാൻ ആദ്യം ഡോക്ടർ പറഞ്ഞു, വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആളെയും കൊണ്ട് വന്നാലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പേടിയായി, ഇനി ദൈവമേ ഇനി വേറെ രോഗങ്ങളൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് പേടിച്ചു. ഞാനും ചേട്ടനും കൂടിയും പിറ്റേ ദിവസം തന്നെ രാവിലെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ, ടെൻഷനൊന്നും അടിക്കേണ്ട, വിഷമിക്കണ്ട, വേറെ എന്തോ ഹോർമോണിൻ്റെ എന്തോ ഇതും കൊണ്ട് വന്നേക്കുന്നതാണ്, ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് ഈശോ പൂർണ്ണ സൗഖ്യം നൽകി. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ വിറക് കൊണ്ടുവരായിരുന്നു. വിറക് കൊണ്ടുവരുന്ന സമയത്ത് ഈ തെങ്ങിൻ്റെ മുട്ടിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഈ മുട്ടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ പൂപ്പലൊക്കെ പിടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നാണോ എവിടെ നിന്നോ ഒരു മൂർഖൻ ഞങ്ങൾ വലിയ മുട്ടിത്തടി ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുവന്നത്, ഇങ്ങനെ അവർ കീറിയിട്ട ഇത്. എന്നിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എൻ്റെ മക്കളും ഞാനും എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചേട്ടൻ അതിങ്ങനെ കൊട്ടിക്കൊടഞ്ഞ് ഞങ്ങൾക്ക് തരും, ഞങ്ങളത് വീട്ടിൽ കൊണ്ടിടും. അങ്ങനെയായിരുന്നു. അങ്ങനെ കൊണ്ടിട്ട സമയത്ത് എൻ്റെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 25 ഈ രോഗം കഴിഞ്ഞപ്പിന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഈ കാശുരൂപം എന്നും എൻ്റെ നെഞ്ചിൽ കുത്തി വെച്ചിട്ട് ഞാൻ നടക്കാറുള്ളൂ. എവിടെ പോയാലും വീട്ടിലൊക്കെ ഈ നെഞ്ചിൽ കാശുരൂപം ഉണ്ടാവും. അപ്പം ഞാനും എൻ്റെ മക്കളിങ്ങനെ വിറകെടുത്തുകൊണ്ട് വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ വിറകിൻ്റെ ഉള്ളിൽ നിന്നാണോ എവിടെ നിന്നോ ഒരു മൂർഖൻ അവിടെ മുറ്റത്ത് കിടന്ന് വലിയ മൂർഖൻ അങ്ങനെ നടക്കണു. അപ്പോൾ ഓടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും ഇളയ കൊച്ചു പറഞ്ഞു അമ്മേ മുറ്റത്ത് പാമ്പമ്മ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് മുറ്റത്ത് മോനത് മറ്റേ ഇരുതലമൂരി ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ല അമ്മ വലിയ പാമ്പാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ ആ വിറകിട്ടുണ്ട് ഞാൻ ഓടി വന്ന് നോക്കിയപ്പോൾ വലിയ മൂർഖൻ ചെടിയുടെ ഉള്ളിലിരിക്കണു. പിന്നെ എല്ലാവരെയും വിളിച്ചു, അയൽവക്കക്കാരൊക്കെ വിളിച്ചു. എൻ്റെ മാതാവ് എൻ്റെ മക്കളെയും എന്നെയും അതിൽ നിന്ന് സംരക്ഷിച്ചു. ഈ ഇതിൻ്റെ ഒരു ഉപദ്രവമൊന്നും കൂടാണ്ട് അതിൽ നിന്ന് സംരക്ഷിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരാറുണ്ട്. ഞാൻ എപ്പോഴും മാതാവിൻ്റെ തൈലും ഉപ്പൊക്കെ ഇട്ട് മക്കൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് എവിടെ പോയാലും. പിന്നെ ഇതെൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അവൻ്റെ കല്യാണം എന്താ നടക്കാത്ത ഈശോയെ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇങ്ങനെ കല്യാണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തടസ്സപ്പെട്ട് പോകണം. അപ്പം എൻ്റെ മോനിനി കല്യാണം ഉണ്ടാവില്ല ഈശോയെ എന്നൊക്കെ ചോദിച്ച് ഞാനിവിടെ വരാറുണ്ട്, എല്ലാ മാസവും വരാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് ദൈവം ഇപ്പം ഈ മെയ് 23 ഇവരുടെ കല്യാണം നടത്തി തന്നു. നല്ല പ്രാർത്ഥനയുള്ള മോളും നല്ല കുടുംബവും എല്ലാം കൊണ്ടും ഈശോ എനിക്ക് നല്ല ഒരു മക്കളെ എനിക്ക് നൽകി തന്നു. പിന്നെ എൻ്റെ മോൾക്കും ഞാനിവിടെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു കൊച്ചിനെ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. മോളുടെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അതിന് കൊച്ചുണ്ടായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച് പോവാറുണ്ട്. എല്ലാ മാസവും വരും. പിന്നെ എന്നിലാവുന്ന പോലെ എല്ലാവരും ഞാൻ സഹായിക്കാറുണ്ട്. ശാരീരികമായും എന്നിലുള്ള പോലെ ഞാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട്. ഇത്രയും നൽകിയ എൻ്റെ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളും ഞാൻ ചെയ്യാറുണ്ട്. എന്നിൽ കിട്ടുന്ന പോലെയുള്ള കാശ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്.
കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ മേടിച്ച് ഞാൻ എല്ലാവർക്കും സഹായിക്കാറുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മേടിച്ച് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. കുർബാന എല്ലാ ദിവസവും പള്ളിയിൽ പോവും. മാസത്തിൽ ഒരു പ്രാവശ്യം കുംസാരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛൻ്റെ ടോക്കും കേൾക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാണ്ട് കേൾക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഞാൻ ചെയ്തു പോരുന്നു. ബൈബിള് വായിക്കാറുണ്ട്. ബൈബിള് വായിക്കാൻ എനിക്ക് ഇത്തിരി തടസ്സങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും ഞാനത് ബൈബിള് വായിക്കാറുണ്ട്. അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ ഞാൻ വായിക്കാറുണ്ട്. കൊന്ത ചെല്ലാറും എല്ലാം ഞാൻ എന്നിലാവുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈശോയോടും മാതാവിനോടും ചെയ്ത് ഞാൻ മരണം വരെ എനിക്ക് ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് നിൽക്കാനും മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ കണ്ടു പോകാനൊക്കെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നൽകിയ ഈശോയ്ക്കും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയാണ്. ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവൻ ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 5-6 വചനങ്ങളാണ്. കൃപാസനം ഉടമ്പടിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ തുഷാരബിന്ദു പോലെയാണ് കൃപ നൽകുന്നത്. നമ്മുടെ ജീവിതം ലില്ലി പോലെ പുഷ്പിക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ഒരു പുതിയ ആത്മീയതയിലേക്ക് വിരിയുവാനായിട്ട് തുടക്കമാണ്. ഒരു ബയലാട്രൽ റിലേഷൻഷിപ്പാണ്, ഒരു ആത്മീയ ബന്ധത്തിലേക്കാണ് നാം ഉടമ്പടിയിലേക്ക് വരുന്നത്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നുള്ള ഒരു ബന്ധം. നമ്മുടെ പ്രതിസന്ധികൾ എന്തൊക്കെയായാലും, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും ജോലിയില്ലായ്മ എന്തൊക്കെയായാലും ഉടമ്പടിയിൽ നമുക്കൊരു പുതിയ ഒരു ഉണർവാണ് നമുക്ക് ലഭിക്കുന്നത്. ഇലവ് പോലെ വേരുറപ്പിക്കാനുള്ള ഒരു ഒരു ഉണർവാണ്. ആത്മീയതയിലേക്ക് വേരുറച്ച് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും പ്രവർത്തനങ്ങളും അനുഗ്രഹങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീന പത്രോസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖമാണ് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എല്ലാം ഒരു കുഴപ്പവുമില്ലാതെ സൗഖ്യപ്പെടുത്തി കൊടുത്തത്. പിന്നീട് പാമ്പിൽ നിന്നും സംരക്ഷണവുമെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ സംരക്ഷണവും സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മകൻ്റെ വിവാഹം. വർഷങ്ങളായിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു മകനൊരു നല്ല ജീവിത പങ്കാളിക്ക് ലഭിക്കുവാനായിട്ട്. അതുപോലെ തന്നെയാണ് മെയ് 23-ാം തീയതി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അനുഗ്രഹത്താൽ ഈ മക്കൾ ഇന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉടമ്പടിയിൽ ദൈവത്തിൽ വേരുറപ്പിക്കുമ്പോൾ പ്രശ്നങ്ങൾക്കിടയിലും നിലനിൽക്കുവാനുള്ള ശക്തിയും ധൈര്യവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യം നമുക്ക് ഉറപ്പുണ്ട്. നമുക്കും ഉടമ്പടിയിലൂടെ ദൈവകൃപ ലഭിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. റീന പത്രോസിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിനും മകന് ലഭിച്ച ജീവിത പങ്കാളിക്കും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും ആ ഉടമ്പടിയിലുള്ള ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് എല്ലാം നൽകിയ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച്